ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കാൻ തുടങ്ങിയാൽ എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ആരാധിച്ചാലും മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞതല്ലേ, സ്തോത്രം. ഹല്ലേലൂയ. ജയിച്ച നേതാക്കന്മാരുടെ പാർട്ടിക്കാരെയൊക്കെ കണ്ടായിരുന്നോ? നിങ്ങൾക്കൊരു സന്തോഷവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ജയിച്ച നേതാക്കന്മാരുടെ അണികളുടെ സന്തോഷം കണ്ടായിരുന്നോ? ആ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേറൊരിടത്ത് നിന്ന് പ്രസംഗിക്കുമായിരുന്നു. അവിടെ എന്നെ വിളിച്ചിട്ട്, സിസ്റ്ററെ വോട്ട് കൊടുത്ത ആർക്കൊന്നും അറിയില്ല, സിസ്റ്റർ നമ്മുടെ പാർട്ടി ജയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. തോറ്റ പാർട്ടിക്കാരെ പുറത്ത് കാണാൻ എൻ്റെ വിഷയം അതല്ല. ഈ നേതാവ് ജയിച്ചാൽ അണികൾ അടങ്ങിയിരിക്കത്തില്ല. സ്തോത്രം. ഒരു മുറി അടച്ചകത്ത് പൂട്ടി ഇരിക്കത്തില്ല. സ്തോത്രം. നേതാവ് ജയിച്ചവനാണെങ്കിൽ അണികൾ വെളിയിൽ വരും. നേതാവ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അണികൾ വായടങ്ങി ഇരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കും ധൈര്യത്തോടെ പറയാം, നമ്മുടെ നേതാവ് ജയിച്ചവനാ. അവൻ മരണത്തെ ജയിച്ചവനാ, പാപത്തെ ജയിച്ചവനാ, ശാപത്തെ ജയിച്ചവനാ, പാതാളത്തെ ജയിച്ചവനാ. അവനത്രേ നസ്രയനായ യേശു. സ്തോത്രം. നമ്മൾ ആർക്കുന്നതിന് കാരണമുണ്ട്. സ്തോത്രം. ഞാനൊരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ ഇടയിലോട്ടൊക്കെ വന്നപ്പോൾ, ഇവിടെ അല്ല കേട്ടോ, സ്തോത്രം, നമ്മുടെ ആത്മീയ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു കാര്യമായിരുന്നു. സ്തോത്രം. പുറത്തുനിന്ന് വന്നതായതുകൊണ്ട് 18 വയസ്സ് വരെ മതപാഠശാലയൊക്കെ പഠിച്ച് ഇതുപോലൊന്നുമില്ല, ട്രാഫിക് ലൈറ്റ് പോലെ കുറിയൊക്കെ തൊട്ടുകൊണ്ട് നടന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഷേപ്പൊന്നും ആയിരുന്നില്ല. സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പ്രസംഗിക്കും. 27 വർഷമായി ദൈവസന്നിധി വന്നിട്ട് അന്ന് മുതൽ തെരുവിൽ പ്രസംഗം തുടങ്ങി, ഇന്നും നിർത്തിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വീടുകളിൽ കയറി ഇറങ്ങി. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ചവൻ മൗനമായി ഇരിക്കത്തില്ല. സ്തോത്രം. ചെങ്കടൽ കടന്നാ തപ്പെടുത്തിരിക്കും. ഇക്കട വെച്ച് തപ്പില്ലായിരുന്നോ കയ്യിൽ? സ്തോത്രം. പക്ഷെ കൊട്ടാൻ പറ്റത്തില്ലെന്നേ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാം, അടിമനൂഹത്തിന്റെ കീഴിൽ കടന്ന ആരാധന വെളിപ്പെടത്തില്ല. പ്രവചനം ഉണ്ടായിരിക്കാം, പാട്ടുണ്ടായിരിക്കാം, ഹല്ലേലൂയ, തുള്ളാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷേ ഫറവോന്റെ അടിമത്തത്തിന്റെ കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. സ്നേഹിത, ഇന്ന് രാത്രി നുഖത്തിന്റെ കീഴിൽ നിന്ന്, അടിമനുഖത്തിന്റെ കീഴിൽ നിന്ന് നീ പുറത്തു പോ. ഫറവോന്റെ അടിമത്തത്തിന്റെ കീഴിൽ കിടന്ന ആരാധന വെളിപ്പെടത്തില്ല. പ്രവചനം കാണും, പാട്ട് കാണും, തുള്ളാനൊക്കെ താല്പര്യം കാണും. സ്തോത്രം. അല്ലെ, അവന്റെ പീഡനത്തിന്റെ കീഴിൽ ആരാധന വെളിപ്പെടത്തില്ലെന്നേ. അടിമനുഖത്തിന്റെ കീഴില. പക്ഷെ തമ്പുരാൻ പറഞ്ഞു എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചേ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ മരുഭൂമിയിലേക്ക് വിട്ടയക്കണം. ആരാധന യഥാർത്ഥമായി വെളിപ്പെടുന്ന മരുഭൂമിയുടെ അവസ്ഥയാണ്. മരുഭൂമിയിലെ ഹൃദ്യമായി ദൈവ സംഭാഷണം കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ആരാധനയുടെ മാധുര്യം യഥാർത്ഥ ദൈവഭക്തൻ രുചിച്ചറിയുന്നത് മരുഭൂമിയുടെ അനുഭവം. പൊട്ടക്കുഴി കടന്നാലും ദർശനമുള്ളവൻ, അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിക്കും. കാരാഗ്രഹത്തിനകത്ത് കടന്നാലും മഖദോന്യ വിളിയുള്ളവൻ, അല്ലെങ്കിൽ ദർശനത്തെ മുറുകെ പിടിക്കും. പത്മോസ് അവനൊരു വിഷയമല്ല, സിംഹകുക അവനൊരു വിഷയമല്ല, എരിയുന്ന തീ അവനൊരു വിഷയമല്ല. സ്തോത്രം. നല്ല സൗണ്ട് സിസ്റ്റമാണ് തന്നേക്കുന്നത്. സ്തോത്രം. ചിലയിടത്തൊക്കെ ചെന്ന് ഹലോ എന്ന് വിളിച്ച് അളിയോ എന്ന് കേൾക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൈക്കൊന്നും ഇല്ലെങ്കിലും അതുപോലെ ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ ഈ പുസ്തകം വലിച്ചു കീറി കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ജീവിക്കുന്ന ഒരു ദൈവ യേശു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ തർക്കമായി, വാദമായി, ഒടുവിൽ പുസ്തകം വലിച്ചു കീറി. കർത്താവിന്റെ ദാസൻ ബാലേന്ദ്രൻ പാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പണ്ട് മുതൽ എല്ലാ സ്റ്റേജും പറയും, ഈ വചനം 4 രീതിയിൽ പരിവർത്തിക്കും. ഇതാര് ഷമീർ പാസ്റ്റർ പ്രസംഗിച്ചാലും, സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കുണ്ടറ ഏജിയിൽ, സ്തോത്രം, ആ ദേശത്ത് ഞാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേളകം ഏജിയിലായിരുന്നു, പ്രസ്ബിറ്ററി ചർച്ചിലായിരുന്നു, കണ്ണൂര്. സ്തോത്രം. അടുത്ത ദിവസം ഹല്ലേലൂയ, ഏറ്റവും കൂടുതൽ ഏജിയിലാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അഞ്ചാലുമൂട് കൊല്ലം അവിടെയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ആര് പ്രസംഗിച്ചാലും 4 രീതിയിലായിട്ട് പരിവർത്തിക്കുന്നത്. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർ ഹൃദയം യേശുമായി സംഭാഷിച്ചപ്പോൾ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനത്തിന്റെ ഹൃദയത്തിൽ, പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ലുദിയയുടെ ഹൃദയം, വചന കേൾവി ഫറവോന്റെ ഹൃദയം. സ്തോത്രം. അപ്പൊ കഠിനപ്പെടും, കുത്തുകൊള്ളും, തുറക്കും. ഹല്ലേലൂയ. നോക്കണമേ, കത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കണം. സുവിശേഷമാകത്തുള്ളവന്റെ ആകം കത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. എന്നെ പഠിപ്പിച്ച രാജുമേത്ര പാസ്റ്റർ ഭാഷയിൽ പറഞ്ഞ ആകം തിളച്ചു മറിയുന്നവൻ ആദരം പൂട്ടി ഇരിക്കത്തില്ലെന്ന്. സ്തോത്രം. അയ്യോ, സ്തോത്രം. കഴിഞ്ഞ 5 വർഷമായി പാൻഡമിക് സിറ്റുവേഷനിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയി. 1.5 മീറ്റർ അകലം പാലിച്ചത് കൊണ്ടോ, 10 രൂപയുടെ മാസ്ക് ധരിച്ചത് കൊണ്ടോ, 5 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചത് കൊണ്ടോ, മഞ്ഞൾ വെള്ളം കുടിച്ചുകൊണ്ടോ, കരിഞ്ഞീരകം വാരി കഴിച്ചത് കൊണ്ടോ അല്ല ഇവിടെ ഇരിക്കുന്നത്. 2 ഡോസ് മരുന്നെടുത്തത് കൊണ്ടല്ല.
അല്ലേ? അങ്ങനെ എടുത്തോര് കോടിക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ജീവനോടെ തമ്പുരാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയാം, തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ ആദരം കൂടി ദൈവസന്നിധിയിൽ ഇരിക്കരുത്. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. കരമടിക്കാൻ ശക്തി തരുമ്പോൾ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോണം. ഞങ്ങളുടെ കല്ലുമല കുഞ്ഞുമോൻചാന്റെ ഭാഷയിൽ പറഞ്ഞ സ്തോത്രത്തിനകത്തൊരു സൂത്രം അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളൊരു കൂട്ടം അപ്പച്ചന്മാരുടെ കാൽക്കലിരുന്നാ പഠിച്ചത്. സ്തോത്രം. അവരൊക്കെ പ്രസംഗിക്കുന്ന പോലെ തന്നെ ജീവിക്കുന്നവരായിരുന്നു. കാറ് കിട്ടും വീട് കിട്ടുമെന്നൊന്നുമല്ല ഞങ്ങളെ പഠിപ്പിച്ചത്. സ്തോത്രം. വന്ന് ഇതുപോലെ ഇരുന്ന അടുത്തുള്ളവരുടെ ചുരിദാറിന്റെ കളറും ഷർട്ടിന്റെ കളറും ഒന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പറഞ്ഞില്ലേ, അമ്പയറിന്റെ കമ്പി കൊണ്ട് തലക്കെറി. സ്തോത്രം. വന്നിരിക്കുമ്പോൾ മുതൽ മുട്ടുമടക്കി എന്തോ ചെയ്തോണം, എന്താ ചെയ്യലേ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോണം. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പപ്പ എപ്പോഴും പറയുമായിരുന്നു, ഏത് സ്റ്റേജിൽ പോയാലും സ്തോത്രം, ഹല്ലേലൂയ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ മുഖാന്തരമായ അഭിഷിക്തന്മാരെ പറയുന്നു. ശരിയാ, നമുക്ക് നിങ്ങൾ നടത്തിയവരെ ഓർക്കണമെന്നോ, നമ്മൾ മുഖേന വിശ്വാസത്തിലേക്ക് വന്നവരെയും നമ്മളെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിച്ചവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥന തന്നെ ഇന്ന് ഭാരതത്തിന്റെ നിലനിൽപ്പ്, ലോകത്തിന്റെ നിലനിൽപ്പ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഒക്കെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കുന്നവരൊരു ദേശത്തുണ്ട്, ആ ദേശത്തിന്റെ വിടുതല. ഞാൻ 40 ദിവസം ഉപസിച്ചുകൊണ്ട് ഇപ്പൊ തമ്പുരാൻ എന്നോട് പറഞ്ഞൊരു ദൂത, കുഞ്ഞേ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനെ നിറയപ്പെട്ടവൻ എവിടെ പോയാലും ദൈവശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഗദരദേശത്ത് കാലെടുത്തു വെച്ചാൽ ദേശത്തിന്റെ പൈശാചിക ശക്തികൾ തകർന്ന് 10 പട്ടണം ഒറ്റ ഒരുത്തനെ കൊണ്ട് രക്ഷപ്പെട്ട് വിടുവിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ദേശത്തൂടെ കാലെടുത്ത് വെച്ചാൽ സറാഫാത്തിലേക്ക് ഒരു ഭക്തൻ കാലെടുത്ത് വെച്ച ആത്മഹത്യയുടെ കെട്ടുപൊട്ടി ഞാനും കുഞ്ഞും മരിക്കാനിരിക്കുകയായിരുന്നെന്ന്, അല്ലെ, ആ ഭവനത്തിൽ பார்த்தപ്പോൾ മരണം മാറിയെന്ന്. ഹല്ലേലൂയ. അഭിഷേകമുള്ള ഞാനും നിങ്ങളും ഒന്ന് സ്തോത്രം പറഞ്ഞാൽ അന്തരീക്ഷത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ദേശത്തെ അടക്കി ഭരിക്കുന്നു. ദേശത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകരപ്പെടും. ജനം പുറത്തു വരും. അതുകൊണ്ട് തെരുവിലൊക്കെ പ്രസംഗിക്കുന്നതുകൊണ്ട് അവിടെ സ്വതന്ത്രം ഗ്ലോറി ഒന്നും പറയാൻ ആരുമില്ല. സ്വതന്ത്രം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ദൈവശക്തി പ്രാപിച്ചാൽ അത് ചോർന്നു പോകത്തില്ല. സ്വതന്ത്രം. ഇന്നലെ പെട്ടെന്ന് ഒരു ഇടി മുടങ്ങി, ഉടനെ രാവിലെ കുറെ കൂണം കൊണ്ട് കളിച്ചു, അടുത്ത ദിവസം ആകുമ്പോൾ ഇതങ്ങ് ചീഞ്ഞഴിയും. അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. എനിക്കൊരു വലിയ പ്രാഗൽഭ്യമുണ്ട്. അന്ന് ഞാൻ പ്രാപിച്ചതിനേക്കാൾ ദൈവശക്തിയായിട്ടാ 27 വർഷമായി പുസ്തകം ചുമന്നുകൊണ്ട് തെരുവിൽ നിൽക്കുന്നു. ഇന്നും അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ശക്തി കുറഞ്ഞു പോകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ആരും വളർത്താനില്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് പറയുമ്പോൾ, ഇത് കൺവെൻഷൻ മീറ്റിംഗാന്ന് എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് സന്തോഷം തന്നെ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, അത് മതിലിന്റെ മേൽ പടർന്നെന്ന്. എനിക്കത് വായിച്ചപ്പോൾ എന്റെ ഉള്ളം അറിയാതെ കത്തി. സ്തോത്രം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, അത് മതിലിന്റെ മേൽ. മതിൽ നിന്ന് ആ വൃക്ഷത്തിന് വികസിക്കാൻ പറ്റത്തില്ല, വളരാൻ പറ്റത്തില്ല. മതിൽ ഇതിനെ ഞെരുക്കിക്കളയും. പക്ഷെ വാഗ്ദത്തമുള്ളവൻ അതിന്റെ മേൽ പടരുമെന്ന്. എത്ര പേർക്ക് മനസ്സിലായി? നിന്നെ ഞെരുക്കുന്നതിന്റെ മുമ്പിൽ നീ വളരുമെന്ന്. ആരും വളർത്തണ്ട. തടവെടുക്കുവാൻ യോസഫെ ആരും വേണ്ട, വെള്ളം ഒഴിക്കാൻ ആരും വേണ്ട, വളവിടാൻ ആരും വേണ്ട, വേലി കെട്ടിത്തരാൻ ആരും വേണ്ട, പടർത്താൻ ആരും വേണ്ട. ദർശനം പ്രാപിച്ച നിന്നെ, വെളിപ്പാട് പ്രാപിച്ച നിന്നെ, നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, അത് സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, ആത്മാവിന്റെ കൃപയ്ക്കകത്തേക്ക് നീ നിന്നോ. ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതിന്റെ മേൽ നീ വളരും. ഞാൻ പലപ്പോഴും വേദനിച്ചിട്ടുള്ള കാര്യമുണ്ട്. സ്തോത്രം. ക്രിസ്ത്യാനികൾ ഇല്ലാത്തടത്ത് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. സ്തോത്രം. സ്തോത്രം പറയുന്നവരവിടെ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലേ, കൂട്ടുകാരിലൂടെ ആദ്യമായി സുവിശേഷം കേട്ടത്. അന്നൊക്കെ ഒത്തിരി നിരാകരിച്ചൊടുങ്ങി തർക്കമുണ്ടായി. വേദപുസ്തകത്തിന്റെ താളുകളെ വലതു കൊണ്ട് വലിച്ചു കയറി പാരകന്റെ ചെരുപ്പ് കൊണ്ട് ചവിട്ടിട്ട് അതേ തുപ്പി. നിങ്ങളുടെ യേശുവിന് ശക്തി ഉണ്ടെന്ന് കാണട്ടെന്ന് ഞാൻ എപ്പോഴും പറയാം. ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് ഏറ്റു പറയാം. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് ഏറ്റു പറയും? ചവിട്ടിയ കാല് തളന്ന്, വലിച്ചു കീറിയ കൈ തളന്ന്, തുപ്പിയ നാവ് താണ്, ലോകം കൈവിട്ട് എന്നെ യേശു രക്ഷിച്ചു. ഞാൻ എങ്ങനെ യേശുവിനെ ആരാധിക്കാതിരിക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് 88 വയസ്സുണ്ട്. എൻ്റെ കൂടെ വന്ന സഹോദരന്മാരോട് ചോദിച്ചാൽ അറിയാം, 88 വയസ്സുണ്ട്. സ്വതന്ത്രം. ഗ്ലൂക്കോമ ബാധിച്ച്, പ്രഷർ കൂടി, കണ്ണിൽ ഗ്ലൂക്കോമ ബാധിച്ചിട്ട് കൃഷ്ണമണി ഏതാ മറ്റു ഭാഗങ്ങൾ ഏതാന്ന് കാണാൻ വയ്യാത്ത രീതി പഴുത്തളിഞ്ഞു പോയി കണ്ണ്.
സ്വന്തം മണിക്കൂറുകൾക്കുള്ളിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അമ്മ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പ്രസംഗിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമല്ലയോ, നമ്മ മാത്രം ജപിച്ചിരുന്ന എൻ്റെ അമ്മയെ സ്വോത്രം പറയുന്ന അമ്മയാക്കി എൻ്റെ ദൈവം മാറ്റി. ഹല്ലേലൂയ. മോനെ ഉറക്കം വരുന്നിടം വരെ ഒന്ന് സ്വോത്രം പറയാൻ പറ്റുമോ നേടാ? ഹല്ലേലൂയ. ഒരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു കൊടുത്തപ്പോൾ എൻ്റെ അമ്മയ്ക്കറിയാം, ആ തരം തുറന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ, സ്വോത്രം പറഞ്ഞാൽ കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, അവന് മഹത്വം കൊടുപ്പീൻ, അവൻ നിങ്ങൾക്ക് ശക്തി തരും. രാത്രി 10:30 മുതൽ വെളുപ്പിന് 3:15 വരെ സ്തോത്രം പറഞ്ഞതിന്റെ പരിണിത ഫലം രാവിലെ ആയപ്പോ നമ്മുടെ കണ്ണുപോലെ എൻ്റെ അമ്മയുടെ കണ്ണ്. നോക്ക്, ചോദിച്ചു നോക്ക് എന്നോട് കൂടെ വന്ന സഹോദരിമാരോട് ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രത്തിന്റെ വില 88 വയസ്സുള്ള എൻ്റെ അമ്മ തിരിച്ചറിഞ്ഞെങ്കിൽ ക്രിസ്തീയ സമൂഹം ഇന്ന് ദൈവത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ, ഓ ജീസസ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരനെ അഭിനന്ദിക്കാറുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് ഏത് ഗ്രൂപ്പാ, ഇതിനകത്തൊന്ന് വന്ന് ചാടിയേക്കുക. സോദര അറിഞ്ഞതിനെ അവരങ്ങ് അറിഞ്ഞ് പറഞ്ഞേ. ഈ ദൂത് കേൾക്കുമ്പോൾ മാത്രം അനുഗ്രഹം. ഞാൻ എപ്പോഴും പറയണ്ടേ, പെന്തിക്കോസ്തുകാർക്കുള്ള ഒരു പ്രത്യേകതയാ, വണ്ടിയുടെ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ വൈപ്പർ വെച്ചേക്കുന്ന പോലെ മഴവെള്ളം വീഴുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അനുഗ്രഹം കേൾക്കുമ്പോൾ മാത്രം. മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും, 7 ദിവസം മുമ്പ് 7, 5, 35 പ്രാവശ്യം വരെ നിസ്കരിക്കും. സ്തോത്രം. ഈ അടുത്ത സമയത്ത് ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിൽ പോയി ട്രാക്ടിങ്ങിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിടക്കയ്ക്ക് കയറി വെച്ചപ്പോൾ ഒരു കൊച്ചുമോനുണ്ട്, അവന് ബോൾ കളിച്ചാൽ കണ്ട് അവൻ്റെ കാല് മുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. പക്ഷേ മുസ്ലിം സഹോദരൻ, എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി അദ്ദേഹത്തെ കണ്ടപ്പോൾ. സ്തോത്രം. റൗണ്ട്സിന് ഡോക്ടർ വന്നു, നേഴ്സും ഡോക്ടറും കൂടെ വന്നിട്ട് അടുത്ത് നിന്നിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹം നിസ്കരിക്കും. എനിക്ക് സന്തോഷം തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേ? ഞാൻ അദ്ദേഹത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ആരും ഒന്ന് സ്തുതിക്കാൻ പഠിപ്പിച്ചിട്ടല്ലായിരുന്നു ഞങ്ങൾ അവിടെ സ്തുതിക്കുന്നത്. ഒന്നാ വെളുപ്പിന് എഴുന്നേക്കും. സ്തോത്രം. പോകട്ടെ, ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്കൂളിലും കോളേജിലും ഒക്കെ പോകണമെങ്കിൽ അതിന് മുമ്പായിട്ട് വന്ന് സ്തോത്രം. ഹല്ലേലൂയ. പോയി വീണ് ഏത്തവിട്ട് നമസ്കരിക്കാതെ ഞങ്ങൾ പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ ക്ഷേത്ര ദർശനം നടത്തും, വൈകിട്ട് ദീപാരാധന തൊഴാൻ പോകും. തൊഴുതിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ തൊഴാൻ പോകുമ്പോൾ, ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ ദീപാരാധന തൊഴാൻ പോകുമ്പോൾ അവിടെ നടക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. പാസ്റ്ററൊക്കെ പോയിട്ടുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പൂജാരി വിഗ്രഹങ്ങളിരിക്കുന്ന, ഞാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിനകത്തേക്ക് റൂമിലേക്ക് കയറും. എന്നിട്ട് ഞങ്ങളെല്ലാം ക്ഷേത്രത്തിനകത്താ. എന്നാൽ ഈ വിഗ്രഹങ്ങളിരിക്കുന്ന അതിനകത്തേക്ക് പൂജാരി കയറിയിട്ട് ആ നട എന്ത് ചെയ്യും പാസ്റ്ററെ? നടയങ്ങ് അടയ്ക്കും. എന്നിട്ട് ഏകദേശം 30, 35, 40 മിനിറ്റോളം അതിനകത്ത് ചില ക്രിയകളൊക്കെ ഉണ്ട്. പട്ടുപടയാടെ ഉടുപ്പിക്കുകയും ദീപശികളൊക്കെ തെളിയിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഭക്തജനങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഇതിനകത്ത് ഈ കർട്ടനപ്പുറത്ത് അദ്ദേഹം വാതിലടച്ചേക്കോ. എൻ്റെ കൂടെ വന്ന പിള്ളേരൊക്കെ ഇതിനകത്ത് പോയിക്കൊണ്ടിരുന്നവരാ. ചോദിച്ചു നോക്ക്. ഇതിനപ്പുറമാണ് അദ്ദേഹം. ഈ ഞങ്ങളുടെ മുമ്പിൽ വാതിൽ എന്ത് ചെയ്യുക? അടഞ്ഞിരിക്കുക. ഞങ്ങൾ ഇവിടെ നിൽക്കുക, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. അവിടെ വർത്താനം പറയത്തില്ല. പറയുമോ? സ്വത്രം. ചെവി കടിച്ചു പറിക്കാനൊന്നും, സാരിയുടെ കളറും ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കളറും ഒന്നും, വിലയൊന്നും തിരക്കാൻ എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഏത് ശക്തിയാണോ അതിനകത്തിരിക്കുന്നത് അതിനെ ഇടതടവില്ലാതെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഏകദേശം 35-40 മിനിറ്റ് കഴിയുമ്പോൾ ദീപശികളൊക്കെ തെളിയിച്ച് ഇടത് കൈയിൽ ഒരു ദീപശിക വെച്ച് വലത് കൈയിൽ ഒരു മണിയൊക്കെ പിടിച്ചിട്ട് ഈ നട തുറക്കും. ഈ നടയിൽ ഇങ്ങനെ ചെറിയ മണി ഇങ്ങനെ ഒത്തിരി വാതിലിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഡോർ അങ്ങോട്ട് തുറക്കുമ്പോൾ മണിനാഥം കേൾക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കണ്ണു തുറന്ന് ഈ വിളി ഉറക്കുകയാകും. ചിലർ രക്ഷിക്കണമേ, ആരാണോ അതിനകത്തിരിക്കുന്നതിനെ ഇങ്ങനെ വിളിക്കും. എൻ്റെ ചിന്ത പോയത് അങ്ങനെയല്ല. സ്തോത്രം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, അവിടെയാണെങ്കിൽ ഈ 35-40 മിനിറ്റ് അടയപ്പെട്ട ഡോറിൻ്റെ വാതിക്കൽ അറിഞ്ഞതിനെ അകത്തിരിക്കുന്നതിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ കൈകൾ കുപ്പി നിൽക്കും. ഒരിക്കൽ പോലും ഈ ഡോറിനകത്തിരിക്കുന്ന പൂജാരി കണ്ണടച്ചോണേ, സ്തുതിച്ചോണേ, കൈ കൂപ്പിക്കോണേ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞങ്ങളത് ചെയ്യും. ഭയഭക്തി ആദരവോടുകൂടി ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടു, സ്തോത്രം, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ, പ്രസംഗിക്കുന്നവർ കരം ഒന്ന് അടിച്ചാട്ട്, കണ്ണൊന്ന് അടച്ചാട്ട്, കൈ കുലുക്കിക്കേ, തല ആട്ടിക്കേ, എന്നാലും ശവക്കോട്ടയിലെ കുരിശ് പോലെ വന്നിരുന്നിട്ട് പോകും. സ്തോത്രം. ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചവരോട് ഞാൻ ദൂത് പറയാം. നീ അകത്തു ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഓ സ്തോത്രം, ഒരുത്തനും സ്തോത്രം പറയാൻ പഠിപ്പിക്കേണ്ട. ഈ കല്ലുകൾ നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് സ്തോത്രം. വിടുതൽ പ്രാപിച്ചവൻ അടങ്ങിയിരിക്കത്തില്ല. ചെങ്കടൽ കടന്നവന് മൗനമായി ഇരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം.
ഇത് പറഞ്ഞത് കൊണ്ട് ഞാനങ്ങ് പറയാ. ചെങ്കടലിന്റെ കരയെ വന്നപ്പോ പുറകു ഒരു വലിയ കൂട്ടം വന്ന് നിൽക്കുക. ആരാ? ഫറവോന്റെ സൈന്യം. എടാ എവിടെ പോവാ? മര്യാദക്ക് ഇവിടെ നിന്ന് ആരാധിക്കാൻ പറഞ്ഞതാ. ഞാൻ ഒരു ദൂത് പറയാം, അഡ്ജസ്റ്റ്മെന്റിലുള്ള ആരാധനയെ പ്രസാദിക്കുന്നവനല്ല എന്റെ ദൈവം. സ്തോത്രം. അല്ലേ? ഇവിടെ അങ്ങ് നിന്ന് ആരാധിച്ചു അങ്ങനെ പറ്റത്തില്ലെന്നേ. സ്തോത്രം. ഇതിനൊരു പ്രമാണമുണ്ട്. അഡ്ജസ്റ്റ്മെന്റിലുള്ള ആരാധനയെ പ്രസാദിക്കുന്നവനല്ല എന്റെ യേശു. സ്തോത്രം. ഉടനെ ദൈവം പറഞ്ഞത് ഒരു കാര്യം ചെയ്യും. ഭാര്യമാരും നിങ്ങൾ എന്താ നീ മിണ്ടാത്തെ? സ്തോത്രം. എന്റെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിങ്ങനെ ഓരോ വേഷം ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ ഒന്ന് ഇട്ടാൽ മതി, പിന്നെ എല്ലാവരും അങ്ങോട്ട് പോകും. ഞാൻ മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. ആദ്യമായിട്ട് സ്റ്റേജിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കയറിയത് സാരി ഉടുക്കാൻ അറിയാൻ വയ്യാഞ്ഞോണ്ടാ. സാരി ഉടുത്തിട്ട് പിന്നെ ഞാൻ സ്റ്റേജ് എന്നിറങ്ങി വരുമ്പം സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കേണ്ടത് കൊണ്ട് ഞാൻ ആ നേഴ്സിങ്ങിൻ്റെ കോട്ട് തന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ സാർ എന്നോട് പറഞ്ഞു, ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ കോട്ടങ്ങ്. അപ്പോൾ അത് കഴിഞ്ഞ് നേഴ്സിൻ്റെ മാറിയിട്ട് ഡോക്ടേഴ്സിൻ്റെ ആക്കി. സ്തോത്രം. 2022 ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ സ്തോത്രം ഭയങ്കര ചൂട് സമയമായിരുന്നു. ചൂട് സമയത്ത് എനിക്ക് കോട്ട് വിട്ടുകൊണ്ട് എനിക്ക് പറ്റുന്നില്ലെന്ന്. ഞാൻ ഡാളസിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൂട് വന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഒരു കോട്ട് എനിക്ക് തരാമെന്ന് ചോദിച്ചു. പാസ്റ്ററിന് നെഹ്റു കോട്ട് ഇരിപ്പുണ്ട്, പുതിയ ഒരെണ്ണം വേണമെന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു ഉള്ളതാട്ടെ. സ്തോത്രം. എടുക്കാത്തൊരു കോട്ട് എനിക്ക് തന്നു. സ്വന്തം അന്ന് ഞാൻ കിട്ടി. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ സഹോദരി പറയുന്നത് ഇപ്പൊ ആൻറ്റി അന്ന് ഇട്ടില്ല, എല്ലാവരും ഇട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നിട്ട് എന്നോട് അവള് പറയുക, നല്ല കാര്യം ആൻറ്റി. സ്തോത്രം. നല്ല കാര്യം എല്ലാം കണ്ടുപിടിക്കുന്നത് നല്ലതാ. എനിക്ക് ചൂടായി ഇനി ഇട്ടതാ. സ്തോത്രം. അല്ലേ? ഞാൻ എന്നിട്ട് കടയിൽ ചെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു നെഹ്റു കോട്ട് തരാം. ഒരു നെഹ്റു കോട്ടില്ല, മോദിക്കോട്ടാണ് തരാം. സ്തോത്രം. അപ്പൊ അവര് പറയുകയാണ് സ്ത്രീകളും പൈതങ്ങളും ഇവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഒന്ന് പറഞ്ഞേ, പുരുഷൻ പറ്റത്തില്ല, ഒരു കുളമ്പടി പോലും ശേഷിക്കരുത്. വിട്ടയച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ദേശ ശൂന്യമായി പോയി. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇന്നൊരു വലിയ വിഷമം. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സ്തോത്രം. ഒറിജിനൽ ഏതാ? അല്ല, ഫറവോന്റെ രാജാങ്കണത്തിലേക്ക് മോശയും അഹരോനും ചെന്നു. കയ്യിലിരുന്ന വടി എന്ത് ചെയ്തു? താഴെ ഇട്ടു. അതെന്തുമായി മാറി? കേട്ടപ്പോൾ ഫറവോൻ പറയും, ഇത് വലിയ കാര്യമൊന്നുമല്ല, ഇതിനെക്കാട്ടി വലിയ അച്ചായന്മാര് എല്ലാവരും കൊണ്ടുവന്ന് ഓരോ കുറുവടി എല്ലാവരും നിലത്തോട്ടിട്ട് സകലതും എന്തായി മാറി? പാമ്പായി മാറി. ഇപ്പൊ നിങ്ങൾ ഫറവോന്റെ കൊട്ടാരത്തിലോട്ട് നോക്കും. സ്തോത്രം. സകലതും നിന്ന് ആടുക. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ഇപ്പോൾ ഒരു പിടുത്തവും ഇല്ല. എല്ലാം ആട്ടവാ. എനിക്കൊരു സന്തോഷം തോന്നിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു പാമ്പ് വായ അങ്ങ് പറയാമേ വിസ്താരത്തിൽ അങ്ങ് തുറന്നു. മറ്റു പാമ്പുകളെല്ലാം ഞെട്ടിപ്പോയി. അവരൊറ്റ പാമ്പ് മറ്റു സകല എണ്ണത്തിനെ അകത്താക്കി. ഒറ്റ ദൂത, സത്യം ദേശത്ത് വായി വളർന്നാൽ മറ്റൊരു ശക്തിക്ക് സത്യത്തിന്റെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന്. ദൈവശക്തിയുടെ മുമ്പാകെ ഒരന്ധകാര മണ്ഡലങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ലോ. ഇതൊരു മഹാസന്തോഷമാ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-ാം അധ്യായം 10 മുതൽ 14 വരെ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സന്തോഷമുള്ള കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആർക്കായി സമാധാനം കൊടുക്കാൻ പറ്റുന്നത്? സമാധാനം ലഭിച്ചവർക്ക് മാത്രമാ. സമാധാനം ഇല്ലാത്തവർ എങ്ങനെ പ്രസംഗിക്കും? എന്തിനാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു. ഒറ്റ കാര്യം പറയങ്ങ്, ഞങ്ങൾക്ക് സമാധാനം ലഭിച്ചു. ലോകം തരാത്ത സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ യേശുവിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാ. അങ്ങനെയെങ്കിൽ യേശു ഉള്ളിൽ വന്നവന് സമാധാനമുണ്ട്. വ്യക്തിക്ക് സമാധാനം, കുടുംബത്തിൽ സമാധാനം, സമൂഹത്തിൽ സമാധാനം. സമാധാനം ലഭിച്ചവനെ സമാധാനം വിളിച്ചു പറയാൻ പറ്റൂ. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നതിന് ഒരു കാരണം, ലോകം തരാത്ത സമാധാനം, ലോകം തരാത്ത സന്തോഷം യേശു ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ്. സ്വതന്ത്രം.
അത് ഈ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക വിഭാഗത്തിനല്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ പോലെ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അബദ്ധം പറ്റിയുള്ള ജനനമൊന്നും അല്ല യേശുവിന്റെ ജനനം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളം കത്തും. സ്തോത്രം, 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 സ്തോത്രം. ഇപ്പൊ ചെങ്കടലിന്റെ കരയിൽ വന്നിരുന്നപ്പോ പറവൻ പറഞ്ഞു, കണ്ട മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്, ഒരെണ്ണം അനുസരിച്ചില്ല. സ്തോത്രം. ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞു, കുടുംബം നിൽക്കട്ടെ, പറ്റത്തില്ല, ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞു. എല്ലാം കൂടി ഇപ്പൊ ചാടി ഇറങ്ങി. മുമ്പിൽ ഒരു വഴിയും, എടാ നീ നോക്കിയാൽ ഞങ്ങളുടെ മുമ്പിലുള്ള വഴി കാണാൻ പറ്റത്തില്ല. ചെങ്കടലിന്റെ കരയിൽ വന്ന് നിൽക്കുന്നവനെ നോക്കിയിട്ട് പറയാ, എടാ മുമ്പിൽ ഒരു വഴിയും ഇല്ലല്ലോ, ആരാധിക്കാൻ ഇറങ്ങിയവനാണല്ലോ എന്ന്. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, ആരാധിക്കാൻ ഇറങ്ങിയവന്റെ മുമ്പിലുള്ള വഴിയെ നിനക്ക് അടയ്ക്കാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. ശത്രു വിളിച്ചു പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കമാണ്. തമ്പുരാൻ അവനോട് പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കമാ, ഇവന്റെ തുടക്കമായത്. ഇറങ്ങി തിരിച്ചവന്റെ തുടക്കമായത്. ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ മുമ്പേ വഴിയെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന്. എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ആരാധിച്ചാരും മടുത്തിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ 10 ദിവസം ഉപവാസമായിരുന്നു. രാവിലെ ഒരു പാട്ട് പാടി ഇറങ്ങി ഇരുന്നത് അവസ്ഥ. ഞങ്ങൾ 3 മണി വരെ അവർ ഒറ്റ പാട്ട് പാടി ആരാധിച്ചു. തമ്പേരടിച്ചത് ഞാൻ കൈ കുഴഞ്ഞു പോയില്ല കേട്ടോ. സ്തോത്രം. ഈ ആരാധന വെളിപ്പെട്ടാൽ നമുക്ക് മടുപ്പുണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. മടുപ്പ് വരുന്നില്ല മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിലോട്ട് ഒത്തിരി കാര്യങ്ങൾ ഓടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര സ്തോത്രം മണിക്കൂർ. നമ്മുടെ ഡാളസിലുള്ള ലൈവ് ഉണ്ടല്ലോ, തോമസ് പുള്ളിക്കൽ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സ്തോത്രം, രാവിലെ മുതൽ രാത്രി വരെ ഇന്ന് പ്രസംഗിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്താ? സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റർ സമയം തന്നാൽ മതി. പക്ഷെ എനിക്ക് എബ്രോണില് സ്തോത്രം ഉച്ചവരെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നീട് എങ്കിലും 9 മണിക്കൂറോളം കൃപയാൽ സ്തോത്രം മൈക്ക് മാറിപ്പോലും കൊടുത്തില്ല. പാസ്റ്റേ വേണ്ട, വിടുതൽ പ്രാപിച്ചവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്നേ. വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്ത നന്മ. അങ്ങനെയെങ്കിൽ അല്ലേ ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുക. ഇന്നലകളിൽ ദൈവം ചെയ്ത നന്മകൾ, ഇന്നലകളിൽ ചെയ്ത വിടുതൽ, ഇന്നലകളിൽ തന്ന സൗഖ്യം, ഇന്നലകളിൽ തന്ന സമാധാനം, ഇന്നലകളിൽ ലഭിച്ച നന്മകൾ തിന്നൊന്ന് ആരാധിക്കാൻ കഴിഞ്ഞെങ്കിൽ ആവലാതിയും വേവലാതിയും പറഞ്ഞിരിക്കാതെ ആ സ്വർഗീയ സന്തോഷം സിയോനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവൻ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ തന്ന സൗഖ്യം, നിന്റെ വിടുതലുകൾ ഓർത്താൽ നിന്റെ നരിയാണികളെ വിടുതൽ ലഭിച്ചവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് ശത്രു വിളിച്ചു പറയുമ്പോ ശത്രു പറഞ്ഞു, ഇവിടം കൊണ്ട് തീർന്നു. നിന്റെ ഫിനിഷിംഗ് പോയിന്റ്. തമ്പുരാൻ പറഞ്ഞു, നിന്റെ ഫിനിഷിംഗ് പോയിന്റ്, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരിക്കൽ യോബ് പറഞ്ഞു, എന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഉണ്ട് യോബിന്റെ പുസ്തകം. എന്റെ കഥ തീർന്നു. പണ്ട് നമ്മളൊക്കെ സ്തോത്രം മനോരമയും സ്തോത്രം മംഗളവും ഒക്കെ വീക്കിൽ വായിക്കും. പിന്നെ കഥ തുടരുമെന്ന് പറഞ്ഞു കാത്തിരിക്കുവായിരുന്നു. സ്തോത്രം. അല്ലേ അല്ലേ സ്തോത്രം. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയൊന്നും കാണാതെ സ്തോത്രം പുസ്തകത്തിനകത്ത് വെച്ചാൽ വായിക്കുന്നത്. അടുത്ത വീട്ടിലെ ചേച്ചിയോടെ മേടിച്ചുകൊണ്ട് വന്ന് സ്തോത്രം യോബ് പറഞ്ഞു, എന്റെ കഥ കഴിഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നിനക്ക് തോന്നല, തുടങ്ങുന്നതേ ഉള്ളൂ. എവിടെ അവസാനിച്ചെന്ന് നമ്മൾ പറയുന്നതോ? പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനെന്നൊരു ഏലിയാവ് പറഞ്ഞു. ചിലരൊക്കെ ഇരിക്കുക, ശുശ്രൂഷ തീർന്നില്ല. തമ്പുരാന് നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കാനുണ്ടെന്ന്. നിന്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് തീർന്നില്ല. നീ ഹോരേബിൽ വന്ന് മറഞ്ഞിരിക്കേണ്ടവനല്ല. നീ മറന്നീക്ക് പുറത്തു വാ. നിന്റെ കൈ കൊണ്ട് ചില അസാധാരണ അഭിഷേകം ചിലരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുണ്ട്. ചിലരോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ തീരേണ്ടവനല്ല, തീർക്കാനും അല്ലെങ്കിൽ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇസബേലിയ ശത്രു എത്ര പ്രബലപ്പെട്ടാലും, ആഹാബിയ ശത്രു എത്ര ബലപ്പെട്ടാലും നിന്റെ മുമ്പിൽ ഒരു ശുശ്രൂഷയുണ്ട്, തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ശത്രുവിന്റെ മുമ്പിൽ ഒരു വഴിയില്ല, ഒരു വഴിയില്ല. സ്വതന്ത്രം. ഇവിടം കൊണ്ട് അവസ്ഥ. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്യ സൈന്യം, ഇരുപുറം ഓടി രക്ഷപ്പെടാൻ മാർഗമില്ല. സ്തോത്രം. നിന്റെ ഫിനിഷിംഗ് പോയിന്റ്, നിന്റെ ഒടുക്കമാണ്. തമ്പുരാൻ പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കം, നിന്റെ ഫിനിഷിംഗ് പോയിന്റ്, ഇവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആരാധിക്കാൻ ഇറങ്ങിയെങ്കിൽ, ദൈവശബ്ദം കേട്ട് ഇറങ്ങിയെങ്കിൽ, വിളി കേട്ട് ഇറങ്ങിയെങ്കിൽ ലജ്ജിപ്പിക്കത്തില്ലെന്ന്. സ്നേഹിത, ഒരിക്കലും നീ ലജ്ജിക്കത്തില്ല. യേശു വിളിച്ചിട്ടുണ്ടെങ്കിൽ സഖായേ വേഗം ഇറങ്ങി വാ, വിളിച്ചിറക്കിയെങ്കിൽ നിന്റെ കൂടെ പാർക്കുവന്ന്.
ഇട്ടിട്ട് പോത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും പറ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല, അനാഥനായി വിടത്തില്ലെന്ന്. നീ ഇനി അനാഥത്വം വഹിക്കാൻ അനുവദിക്കത്തില്ലെന്നേ. ചെങ്കടൽ കടന്നാലും പിന്നെ എന്ത് ചെയ്യത്തില്ല. ചെങ്കടലൊക്കെ കടന്നല്ല, ഓക്കെ ബൈ ബൈ, കനാനിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു പോയോ? തന്റെ നിയമദൂതനെ അവർക്ക് മുമ്പേ അയച്ചു, കനാനിൽ എത്തുമ്പോഴും. പക്ഷെ നീ അവനോട് വിഘടിക്കരുത്, നീ വിഘടിക്കരുത്, നീ അവനെ നോക്കിക്കോണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നൊന്നും ആരെയും പേടിക്കണ്ട. ഭയവും ഭീരുത്വം ഉള്ളവനെ പറയുന്നേ. എനിക്ക് സഹോദരിമാരെയാന്ന് പറഞ്ഞു വൻ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യും. ആദ്യം സുവിശേഷം പറഞ്ഞത് നമ്മളാ. സ്തോത്രം, ഹല്ലേലൂയ. സഹോദരന്മാരോട് പോയി പറയാൻ സഹോദരിമാരെ പറഞ്ഞു വിട്ടത് യേശുവാ. സ്തോത്രം, ഹല്ലേലൂയ. ആണോ? പേടിക്കണോ? വേണോ? വേണണ്ടായോ? സ്തോത്രം. നിങ്ങളോട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഒന്ന് എടുത്തേ. ആരാധിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പേടിയുണ്ടെന്ന്. സ്തോത്രം, 20-ാം അധ്യായം 1 മുതൽ വായിച്ചോ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചു ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അയ്യോ, അതാണ് എനിക്ക് വിഷമം. എത്ര വർഷം കൂടെ നടന്നു പറഞ്ഞേ, പക്ഷെ ഇന്ന് വരെ അറിഞ്ഞില്ല. 9-ാം വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ശരിക്കും വായിച്ചു. ആരാ ഇവിടുന്ന് വായിക്കുന്നു? തെറ്റാന്ന് വായിച്ച്. ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ അപ്പച്ചനൊക്കെ ഉള്ള കാലത്തെ ബൈബിളൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയും, പ്രസംഗിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, കുറിപ്പും കൊണ്ടൊന്നും കാണാതെ അത്രയും വാക്യം പഠിച്ചിട്ടേ. സ്തോത്രം, അല്ലേ? അപ്പച്ചൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഏതെങ്കിലും ഒന്ന് വിക്കിയാൽ മതി, പ്രശ്നമാണ്. നീ ബൈബിൾ വായിക്കാറില്ലെന്ന് വീട്ടിൽ വെച്ച്, അതുകൊണ്ടാണ് നീ വിൽക്കുന്നത്. സ്തോത്രം, അല്ലേ? പണ്ടൊരു അമ്മാമ്മ വായിച്ചു, നീ ഗലീലക്കാരനല്ലയോ, തങ്കച്ചന്റെ മകനല്ലയോ എന്ന്. നിർത്തിയ അച്ഛന്റെ മകനല്ലയോ എന്ന് വായിച്ചു. സ്തോത്രം, നിർത്തിയേക്കാൻ പറഞ്ഞു. നല്ല കളയല്ലോ അല്ലെ, നല്ല വിത്തല്ലോ വിധിച്ച് ഈ കാള ഇവിടുന്ന് വന്നു. അപ്പച്ചൻ പറഞ്ഞു നിർത്തിയാക്കി, ഇനി മേലാൽ നിങ്ങള് കളയുന്ന. പക്ഷെ ഒരു ദീർഘം പോക്ക് കണ്ടു. അപ്പച്ചൻ പറഞ്ഞു ഇനി മേലാൽ സഹോദരി ബൈബിളെ തൊട്ടേക്കരുത്. സ്തോത്രം, അങ്ങനെയുള്ളവരൊന്നും ഇല്ല. സ്തോത്രം. ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ പാസ്റ്റർ എപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? ഉപവസിച്ചും കരയുന്നും പ്രാർത്ഥിക്കുന്നത് പിതാക്കന്മാർ വെച്ചിട്ട് പോയി ശുശ്രൂഷ. ഭാര്യാപുര യോനാച്ചൻ, കലിമലി അപ്പച്ചൻ, ഒത്തിരി അപ്പച്ചന്മാരുണ്ട്, ഞങ്ങളുടെ TP അപ്പച്ചനൊക്കെ ഉണ്ട്. സ്വതന്ത്രം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പിശാച് പറയും അവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. സ്തോത്രം ഒന്നും വരുന്നില്ല. സ്തോത്രം. എത്ര വർഷമായി ഇവരൊക്കെ മരിച്ചിട്ട്? അവരുറങ്ങുന്ന മണ്ണിന്റെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം, പ്രാർത്ഥിക്കണം. സ്തോത്രം, പിതാക്കന്മാർ വെച്ചിട്ട് പോയി ശുശ്രൂഷ. ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെ, നമ്മുടെ തലമുറകളിലൂടെ അത് വെളിപ്പെടാൻ പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്കറിയാമോ, ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വന്നിട്ട് യൂബ ഊരി ഇട്ടിട്ട് പോയി കുളിച്ചിട്ട് സ്തോത്രം ഹല്ലേലൂയ, അടുത്ത ശുശ്രൂഷയ്ക്ക് മുമ്പ് ആ യൂബ നനയ്ക്കാൻ എടുക്കുന്ന വിശ്വാസികളില്ല. അന്ന് ആരില്ല? പറഞ്ഞേ മഞ്ജു, പറഞ്ഞേ. പിന്നെ ശിഷ്യന്മാരുണ്ടായിരുന്നു വെച്ചാ. സ്തോത്രം. ഇന്ന് ആരാ ഉള്ളത്? ബാലേന്ദ്രൻ പാസ്റ്റർ, നിങ്ങളുടെ സഭയിൽ എത്ര വിശ്വാസികളുണ്ട്? അതാ ഇപ്പൊ കുഴപ്പമായി പോയത്. മൊത്തം ആരുള്ളതുകൊണ്ടാ? ശിഷ്യന്മാരില്ല. സകലരെയും നിങ്ങൾ IPCയിൽ എത്ര ഉണ്ട്, AGയിൽ എത്ര ഉണ്ട്, ചർച്ചകോട്ടിൽ എത്ര ഉണ്ട്? സ്തോത്രം. പൊതുവിൽ ഇങ്ങനൊന്നും പറയത്തില്ലായിരുന്നെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ആത്മാവിനെ നേടാൻ വലിയ പ്രയാസമൊന്നുമില്ല. എവിടെ കൊണ്ട് തരുമെന്നാ ഇപ്പൊ. സ്തോത്രം. ഭയപ്പെടണം. ദൈവത്തിന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. കള്ളനെ കണ്ട നായ്ക്കുട്ടി കുരച്ചുകൊണ്ടിരിക്കും അവസാനം വരെ. ദർശനം പ്രാപിച്ചവൻ ദർശനത്തെ മുറുകെ പിടിക്ക്. വെളിപ്പാട് പ്രാപിച്ച മക്കതോന്യ വിളി കേട്ടവന്റെ ആരാധനയെ തടയാൻ ആർക്കും പറ്റത്തില്ല. വിളി കേൾക്കാതെ ഇറങ്ങുന്നവരുണ്ട്. പോകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ.
ഇന്ന് സഭകൾ സംഘടനകളായി മാറുമ്പോൾ, ആരാധന പ്രഹസനങ്ങളായി മാറുമ്പോൾ, ജീവനുള്ള ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ ഒരു ശേഷിപ്പിനെ ഏക്കാലവും തമ്പുരാൻ വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. ആ ഗണത്തിലായി തീരുവോ? നമ്മുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. സ്തോത്രം. ലജ്ജിപ്പ സംഗതിയില്ലാത്ത വേലക്കാരനാക്കി നിൽക്കണം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കണം. സ്തോത്രം. ഇതിനിടെ സിംഹഗുഹ വരാം, കാരാഗ്രഹം വരാം, പൊട്ടക്കിഴി വരാം, പത്മോസ് വരാം. ഇതൊന്നും തമ്പുരാൻ അറിയാതല്ല. പത്മോസ് നിന്റെ അവസാനമല്ലെന്നേ. ഒരു കാര്യം മനസ്സിലാക്കണം. ചിലർ പറയും ഇത് എന്നെയും കൊണ്ടേ പോത്തുള്ളൂ എന്ന് പറയരുത് കേട്ടോ. നെഗറ്റീവ് ഒരൊറ്റ വാക്ക് ഒരു ദൈവ പൈതലിന്റെ വായിന്ന് വരരുത്. ജയിച്ചവനകത്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോവോ ഇല്ലയോ എന്നറിയാം. പോകുന്ന നമുക്കറിയാം. അവരുറപ്പ് പ്രാപിക്കേ. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ ഇവിടെ വെച്ചാൽ ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പ് പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം, നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അപ്പൊ പത്മോസിൽ പോയി ഒരുത്തനും തിരിച്ചു വന്നിട്ടില്ല. അസ്ഥി പോലും കിട്ടിയിട്ടില്ല. അല്ലേ വാസേ? അസ്ഥി പോലും പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാനെ നിന്നെ അതിനകത്തൂടെ കയറ്റി വിട്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒന്ന് വിശ്വസിക്കേ. ചില വിഷയത്തിനകത്തൂടെ അഭിഷിക്കരെ നിങ്ങളെ കയറ്റി വിട്ടത്, സഹോദരി നിന്നെ ചിലതിനകത്തൂടെ കയറ്റി വിടുന്നത്, സ്നേഹിത ചില പ്രശ്നത്തിനകത്തൂടെ നിന്നെ കടത്തി വിടുന്നത്, ദൈവത്തിന് നിന്നെ കുറിച്ച് ചില പ്ലാനുകളുണ്ട്, ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. അതിനകത്തൂടെ പോയി ഒരുത്തനും തിരിച്ചു വന്നിട്ടില്ല. ഒരുത്തന്റെ അസ്ഥി പോലും കിട്ടിയിട്ടില്ല. പക്ഷെ നീ തിരിച്ചിറങ്ങി വരും. വിശ്വസിച്ചോ? വിളിച്ചു പറ, ഈ പ്രശ്നത്തെ ഞാൻ അതിജീവിക്കും, ഈ പ്രതികൂലത്തെ ഞാൻ അതിജീവിക്കും, ഈ വെല്ലുവിളിയെ ഞാൻ അതിജീവിക്കും, ഈ പോരാട്ടങ്ങളെ ഞാൻ അതിജീവിക്കും. ഈ കഷ്ടതയുടെ നടുവിൽ ദൈവാത്മാവിനെ ഞാൻ ഇന്മേൽ ജയം കൊള്ളും. കാരണം വചനം അതിന്റെ ശക്തിയോടെ പ്രവൃത്തി ചെയ്യും. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ തിരിച്ചു വരത്തില്ല. ആകിച്ച പ്രവൃത്തിയും കൊണ്ടേ വരത്തുള്ളൂ. സ്തോത്രം. ലാസറേ പുറത്തു വാ. സുഗന്ധവർഗ്ഗങ്ങൾ റൂമാൽ കൊണ്ട് ചുറ്റി പൊതിഞ്ഞവൻ അല്ലെങ്കിൽ 4 ദിവസമായി നാറ്റം വെച്ചു. ആ ശബ്ദത്തിന് മുമ്പാകെ ആ ബോഡി പൊങ്ങി വന്നെങ്കിൽ എന്റെ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കും. സ്തോത്രം. യഫദാ തുറന്നു വരിക. സ്തോത്രം. ഹല്ലേലൂയ. ഇത്ര സന്തോഷമാണ് നമ്മുടെ ദൈവത്തിന്. ഒരു കാര്യം ഒന്ന് പറഞ്ഞേ. സ്തോത്രം. വീട് കിട്ടാനും കാർ കിട്ടാനും വണ്ടി വാങ്ങിക്കാനും ഒന്നും അല്ലെന്നേ. സ്തോത്രം. ഞാൻ എപ്പോഴും എനിക്കൊരു മോനുണ്ട്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും, മക്കളെ നിത്യത നഷ്ടപ്പെട്ടു പോകുന്നു ഒന്നും വേണ്ട, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം. എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉറപ്പ് പ്രാപിച്ചോണം. നമ്മളെടുത്ത പുസ്തകം നമ്മുടെ പിള്ളേരും എടുക്കും. അതിന് അബ്രഹാമിനെ എനിക്കിഷ്ടമാണ്. ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ ആരാധിക്കാൻ ഇറങ്ങിയവനാണ്. ആരാ? യൂഫ്രട്ടീസ് നദി കടന്നു വന്ന ദേശാന്തരിയ. സ്തോത്രം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൂടാരം അടിച്ച് താമസിക്കുന്ന നാടോടികൾ. പക്ഷെ ഒരു ഉറപ്പുണ്ട്, വിളിച്ചത് ദൈവമാണെങ്കിൽ, ആ ശബ്ദം കേട്ടാണ് ഞാൻ ഇറങ്ങിയതെങ്കിൽ, ഞാൻ ദൈവശബ്ദത്തിന് മുമ്പാകെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുഞ്ഞിനെ തന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാനും ബാലനും ആരാധിക്കാൻ പോയാൽ ഞങ്ങൾ തിരിച്ചു വരും. ഒറ്റയ്ക്കല്ല. നിരാശപ്പെട്ടത് എന്റെ കുഞ്ഞ് എന്റെ കൂടെ കാണുമെന്ന് എന്ന് ഉറപ്പോ? വിശ്വസിച്ചോ? എന്റെ തലമുറ എന്റെ കൂടെ കാണും. സ്തോത്രം. ഈ പുസ്തകം നമ്മുടെ തലമുറകളും ചുമക്കുമെന്നേ. സ്തോത്രം. അവൻ കള്ളു കുടിക്കാനും കഞ്ചാവ് പഠിക്കാനും പോകത്തില്ലെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഓ, എബ്രായ ലേഖനമൊക്കെ പഠിച്ചപ്പോൾ സ്തോത്രം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ട്. കൊച്ചുമോന്റെ മോനാ ലേവി. അബ്രഹാം കൊടുത്തത് സ്തോത്രം അല്ലെങ്കിൽ തലമുറയ്ക്ക് കണക്കിട്ട. ലേവി കൊടുത്തതായിട്ട് തമ്പുരാൻ കണക്കിട്ടെന്ന്. വല്യപ്പച്ചൻ കൊടുത്തത് തലമുറയ്ക്ക് കണക്കിട്ടെന്ന്. ഒരു കുറേനക്കാരനെ ശീമോൻ വയലിൽ നിന്ന് വേല കഴിഞ്ഞ് കയറി വരുക. അന്നത്തേക്കുള്ള അന്നത്തിന് വേണ്ടി കറുത്ത വർഗ്ഗക്കാരൻ, ആഫ്രിക്കക്കാരനാ. നോക്കിക്കേ, വയലിൽ വേല കഴിഞ്ഞ് വരിക. സ്തോത്രം. ഇവിടെ വിവിധ കോടതികളിൽ എന്റെ കർത്താവിനെ മാറി മാറി വിധിച്ചതും, സ്തോത്രം, ചാട്ടവാറ് കൊണ്ട് അടിച്ചതും, മുഖത്ത് കാർക്കിച്ച് തുപ്പിയതും, സ്തോത്രം, കരണത്തടിച്ചതും ഒന്നും അറിയുന്നില്ലവൻ. സ്തോത്രം. ഭാരമേറിയ മരക്കുരിശുമായി പീലാത്തോസിന്റെ ഗബദാ കൽത്തളം മുതൽ ഗോൽഗോഥ വരെ നടന്നു പോകുന്നതിന്റെ യേശുവിന്റെ പുറത്തിരിക്കുന്ന രക്തം പുരണ്ട ഭാരമേറിയ ചുമട്, ആ കുരിശാന്തോന്ന് പോലും അറിയത്തില്ല. ആ തടിയേലവൻ പിടിച്ച് അവന്റെ മേളിലോട്ടൊന്ന് വെച്ചു. സ്തോത്രം. ആ തടിയെ പിടിച്ച് എന്റെ പരിണത ഫലം എന്റെ തലമുറയുടെ കയ്യെ തമ്പുരാൻ കയറി പിടിച്ചു. അലക്സാണ്ടർ റൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറിയെങ്കിൽ എന്റെ നിങ്ങളുടെ തലമുറകൾ ഈ പുസ്തകം ചുമന്നവരോട് ഞാൻ ദൂത് പറയാം. ഓ ഹല്ലേലൂയ. കൽപ്പന പുറപ്പെടുവിച്ചതിന്റെ കസേരയിലേക്ക് അവരെ കയറ്റി ഇരുത്തിയെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന്. സ്തോത്രം. ആന്റിമാരോടൊരു ദൂത്,
കോരസന്റെ ഇടയൻ, ഞാൻ അവന്റെ വലങ്കരത്തിൽ. സ്തോത്രം. വാതിലുകൾ അവന്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിന്, കഥകൾ അവന്റെ മുമ്പിൽ തുറന്നിരിക്കേണ്ടതിന്. ഞാൻ അവന്റെ വലം കയ്യെ പിടിച്ച്. ആദ്യമൊക്കെ വിചാരിച്ചു ജാതീയ രാജാവിന്. പിന്നെ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത് പ്രൈസ് ദി ലോർഡ് ആരാന്നറിയോ? സ്തോത്രം. യഹൂദാജനത്തിന് ഉന്മൂലനാശം വരുത്തുമെന്ന് വെല്ലുവിളിച്ച ഹാമാന്യ അഹശ്വേരോശ ശക്തിയുടെ നടുവിൽ നിന്നുകൊണ്ട് 3 രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്ത് ഉപവസിച്ച എസ്തേർ രാജ്ഞിയുടെ വല്യമ്മച്ചിയാ. എസ്തേറിന്റെ അഹശ്വേരോശിന്റെ കൊച്ചുമാനാ. നോക്കിക്കേ, അല്ലെ വല്യമ്മച്ചി വില കൊടുത്തതിന്റെ പരിണിത ഫലം തലമുറയുടെ കയ്യെ തമ്പുരാൻ പിടിച്ചെന്ന്. നീ ആരാധിക്കാൻ ഇറങ്ങിയത് വെറുതെ ആകത്തില്ലെന്നേ, സ്തുതിക്കാൻ ഇറങ്ങിയത് വെറുതെ ആകത്തില്ല, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത് വെറുതെ ആകത്തില്ല. സത്യം അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകരുത് സ്നേഹിതോ. ജീസസ് ഹല്ലേലൂയ. അവിടെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്തവൻ പറഞ്ഞേ. മത്തായി 20:17 വായിച്ചേ, വേഗം വായിച്ചുവിട്. മത്തായി 20:17. യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർ കൂടെ ഇരിക്കുമ്പോഴെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മർക്കോസ് 9:31 ഉണ്ട്, വേണ്ട എടുക്കണ്ട. കൂടെ ഇരിക്കുമ്പോഴെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവർ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അന്ന് വരെ 3.5 വർഷം കൂടെ നടന്നിട്ടും കേട്ടില്ലെന്നല്ല, വിശ്വസിക്കാനും ഗ്രഹിക്കാനും ഒന്നും പറ്റില്ല. ഈ എത്ര വർഷത്തെ സർട്ടിഫിക്കറ്റ് പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞാലും സ്തോത്രം. പാരമ്പര്യം ഒന്നും ഇവിടെ ഒരു വിഷയമല്ലെന്നേ. ഒരു സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞേ. പെന്തിക്കോസിൽ 5-ാം തലമുറയാണേലും ആരാധന കോൺട്രാക്ട് എടുത്ത പോലെ നമുക്കകത്ത് വന്നിരുന്ന ആർക്ക് വേണം? അവരടുത്ത് തോട്ടിക്കളയും. വലിയ ഗമയൊന്നും വേണ്ട. 4-5 പിതാക്കന്മാരെ പുറകോട്ട് പോയി ഏതെങ്കിലും കേശവനും ദാമോദരനും ഒക്കെയാണ്. ഒന്ന് ഗ്ലോറി പറഞ്ഞേ. സ്തോത്രം. കൃപയാണേ നിലനിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും നമ്മുടെ സാമർഥ്യം ഒന്നും ഇവിടെ വിലപ്പോത്തില്ല. 2019 നവംബർ മാസം 19-ാം തീയതി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞ ദിനപത്രത്തിൽ വന്ന വാർത്തയനുസരിച്ച് ചൈനയിലെ വുഹാനിൽ ഉപ്പി എന്ന പ്രദേശവാസിയായ 55 വയസ്സുള്ള ചെമ്മീൻ കച്ചവടക്കാരിയ ഒരു സഹോദരി തുടക്കം കുറിച്ചതാ 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ്. ചില ആഴ്ചകൾക്കുള്ളിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ അതിർവരമ്പുകളോ വേറെ വ്യത്യാസങ്ങളോ ഇല്ലാതെ ഈ ലോകത്തെ മുഴുവൻ ഈ കുഞ്ഞം വൈറസ് 10 രൂപയുടെ മാസ്ക് കൊണ്ടൊന്ന് സാനിറ്റൈസർ കൊണ്ടൊന്ന് തുടച്ചാൽ പോകുന്ന 15 രൂപയുടെ സോപ്പ് കൊണ്ടൊന്ന് കഴുകിയാൽ പോകുന്ന ഈ കുഞ്ഞം വൈറസ് ലോകത്തെ മുഴുവൻ അടച്ചുപൂട്ടൽ കൊണ്ടെത്തിച്ചു കോടിക്കണക്കിന് ജീവൻ അപകരിച്ചു. ഈ കുഞ്ഞം വൈറസ് നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, മനുഷ്യന്റെ പ്രയത്നങ്ങൾക്കൊന്നും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ കൊല്ലും കൊലവിളിയും നടക്കുമ്പോൾ ഹല്ലേലൂയ ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമോ. സ്തോത്രം. നാളെ ഏതെങ്കിലും പോസ്റ്റേലോ സ്വന്തം വെയിറ്റ് ഷെഡിലോ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് വരത്തില്ലെന്ന് ആര് കണ്ടു? ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ക്രിസ്തു പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇവിടെ ആബ്സെന്റ് ആയാൽ അവിടെ പ്രസന്റ് ആകും. ഈ പ്രത്യാശ അകത്തുള്ളവൻ പിന്നെ അടങ്ങിയിരിക്കുവോ? പറയാതിരിക്കുവോ? എന്തിനാ മൈക്ക് വെച്ച് കെട്ടി കവലകൾ തോറും പറയുന്നത്? സ്തോത്രം. അല്ലെ ആര് നമുക്ക് വല്ലതും തരുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പത്തിനൊക്കെ ഞങ്ങളെ സിയോനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. സ്തോത്രം. വീട് കിട്ടുമെന്നല്ല, വീട് പോകുമെന്നാണ് പഠിപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മാറി ഉടുക്കാൻ ഡ്രസ്സില്ലെങ്കിലും കയറിക്കിടാൻ വീടില്ലെങ്കിലും ചൂടി പിടിക്കാൻ കുടയില്ലെങ്കിലും കാലിലിടാൻ ചെരുപ്പില്ലെങ്കിലും ഇതൊന്നും ഇല്ലാഞ്ഞിടത്തൊന്നല്ല. സ്തോത്രം. ക്രിസ്തു നിമിത്തം. പക്ഷെ ഒരു സന്തോഷം ഉള്ളിലോട്ട് അപ്പച്ചൻ ഇട്ട് തന്നു, പിതാക്കന്മാർ ഇട്ട് തന്നു. എന്താണെന്നറിയാം? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കേ. ഫിലിപ്പിയ സഭയ്ക്ക് ദൂത് എഴുതുമ്പോ പൗലോസ് വിളിച്ചു സന്തോഷിക്കേ, ഇന്നുള്ള കഷ്ടങ്ങളൊന്നും സാരമില്ലെന്നേ. നൊടി നേരത്തുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം. ഓ ഓ ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 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 നമ്മുടെ പുനലൂർ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഒരു ഉപദേശി, പേര് സത്യോന്മൻ അറിയായിരിക്കും. സ്തോത്രം. സോറി, ഞാൻ പേര് മറന്നുപോയി പിതാവിന്റെ. സ്തോത്രം. ഞങ്ങളെയൊക്കെ കൺവെൻഷൻ വിളിക്കും കേട്ടോ. സ്തോത്രം. അല്ലല്ല TPM ആവശ്യമില്ല. സ്തോത്രം. അടുത്ത കാലത്താണ് മരിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കൺവെൻഷൻ വിളിക്കും, ഡേറ്റ് ഒക്കെ തരും. സ്തോത്രം. എപ്പോഴും സന്തോഷമല്ല ശരി പാസ്റ്റർ ഒക്കെ അത് പറയുമായിരുന്നു. ഞങ്ങളിങ്ങനെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പച്ചൻ സ്തോത്രം രാജപ്പൻ ഉപദേശി. യെസ്, ആരാ പറഞ്ഞേ? രാജപ്പൻ ഉപദേശി.
സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ഞങ്ങളൊക്കെ വേദികളിൽ നിൽക്കുന്നു. സ്തോത്രം. ഓക്കെ, തമ്പുരാൻ്റെ ഒരു നീതിയാണ്. ഞാൻ എപ്പോഴും പറയും, ഈ മോർത്തേക്കായി ഉപവസിച്ചതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും കുതിരപ്പുറത്ത് കയറാനല്ല, പക്ഷെ കുതിരപ്പുറത്ത് കയറ്റുക എന്നുള്ള ഒരു നീതിയുണ്ട്. ആണോ? സ്തോത്രം. ഹല്ലേലൂയ. ബോവസിന്റെ പത്നീപദം അലങ്കരിച്ചാൽ അവന്റെ പേരിൽ കിടക്കുന്ന വയൽ മുഴുവൻ എന്റെ പേരിലാകുമെന്നും പറഞ്ഞില്ല രൂത്ത് കാലാപെറുക്കാൻ ഇറങ്ങിയത്. അവൾ കേട്ടറിഞ്ഞതേ മരണത്താൽ അല്ലാതെ വേർവിരിയത്തിൽ എന്നൊരു സമർപ്പണം എടുത്തുകൊണ്ട് അത് തമ്പുരാന്റെ നീതിയാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വോട്ട് ഒക്കെ ഇട്ടുകൊണ്ട് രാജപ്പന് വിദേശ ഡേറ്റ് ഒക്കെ തന്ന് ഡയറി ഒക്കെ നോക്കി 5 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ ചീനിക്കമ്പും ഒക്കെ എടുത്തോണ്ട് അവിടെ നിൽക്കുക. സിസ്റ്ററെ അവിടെ നിൽക്കുക, സ്റ്റേജ് ഒന്ന് ആ ദേവദാസന്റെ എത്തിയതേ പോയി. സ്തോത്രം. പോട്ടെ, ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ, ചീനിക്കമ്പും കൊണ്ട് അവിടെ നിൽക്കുക. സ്റ്റേജ് ഒന്ന് 5-6 സാരിയും കാണും കഴിയും. എന്തോ ചെയ്യുക, സ്റ്റേജ് കെട്ടാൻ പോവാ പ്രസംഗിക്കാൻ. പക്ഷെ ഒരു കാര്യമാണ്, 6:30 പാട്ട് തുടങ്ങുമ്പം ദേശത്തെ മുഴുവൻ ആൾക്കാർ കുഞ്ഞു വരും. എന്തിനാന്ന് ഒത്തിരി കാര്യങ്ങൾ. സ്തോത്രം. ഒരെണ്ണത്തിനെ നേടിയ മുഴു ലോകത്തെക്കാളാണെങ്കിൽ 2025 തീരാൻ പോവാ. എന്തോ ചെയ്യാൻ പറ്റും ദൈവത്തിന് വേണ്ടി. 31-ാം തീയതി രാത്രി ഇങ്ങോട്ട് നോക്കി നല്ലൊരു സാക്ഷ്യം മിടുക്കിമാരാകും നമ്മൾ പറയല്ലേ. സ്തോത്രം. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളതായതുകൊണ്ട് നിങ്ങളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു. എന്താ പറയുന്നത്, 2025 നമ്മളെ വിട്ടു പോവാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം എനിക്ക് തീരുമാനം എടുത്തതിലൊന്നും പാസ്റ്റർമാർ മടുത്തിരിക്കുക. അവരുടെ ചെവിയല്ല ഇങ്ങനെ തഴമ്പ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 26 ശേഷിപ്പിക്കുന്നെങ്കിൽ 10ാം ക്ലാസ്സിൽ പാസ്സാകുമ്പോൾ കൊച്ചിന് സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലെ വിവരം, ഭാര്യയ്ക്ക് സാരി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. വിവരം അറിയും. പറഞ്ഞതെല്ലാവരോടും അയൽക്കൂട്ടത്തിന് കൊടുക്കാൻ പറഞ്ഞു. പിള്ളേർക്ക് സൈക്കിളും മൊബൈലും മേടിച്ചു കൊടുക്കാം. ഒന്ന് പ്രതികരിക്കുന്നേ. തമ്പുരാനോട് പറഞ്ഞത് മാത്രം തെറ്റിപ്പോയെന്ന്, പറ്റിപ്പോയെന്ന്. അങ്ങനെ പറ്റുന്നതിന് വേണ്ടിയുള്ളതല്ലിത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തന്ന യൗവനം, തന്ന ശബ്ദം, തന്ന ആരോഗ്യം. ഒരു ട്രാക്ട് എടുത്താൽ ബസ് സ്റ്റാൻഡിലോട്ട് പോയി നിൽക്ക്. അറിഞ്ഞ സത്യത്തെ ഉയർത്തുന്ന അല്ലെ ഈ ദൈവസഭയെ ഓർത്ത്, സത്യമായ വോയിസിനെ ഓർത്ത്, അല്ലെ ദൈവദാസി ദാസന്മാരെ ഓർത്ത്, ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയോ. സ്തോത്രം. 3.5 വർഷം കൂടെ നടന്ന സർട്ടിഫിക്കറ്റ് മേടിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് കാര്യമില്ല. അഭിഷേകം ഉണ്ടെങ്കിൽ നേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പത്രോസേ, നീ അങ്ങനെ നടന്നവനാ, പക്ഷെ ഒരു പെണ്ണിന്റെ മുമ്പിൽ നേരെ നിൽക്കാൻ കൽപ്പില്ലാത്തവൻ മർക്കോസിന്റെ മാളികപുരി പ്രാപിച്ച ദൈവശക്തിയുമായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റപ്പോ 3000 എണ്ണം അകത്ത് വന്നു. ദൈവശക്തി ഇല്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ നിന്റെ നിഴല് തട്ടിയാലും വിടുതലാം. അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് ഈ സഹോദരിമാരങ്ങോട്ട് പോയി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, ഭയങ്കര സന്തോഷം. ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. ദൈവവചനത്തിന്റെ ശക്തി, സ്തോത്രം, ഭയത്തെ പുറത്താക്കി കളയും. സ്തോത്രം. ഓശന്ന പാടിയവനെല്ലാം ക്രൂശിക്ക എന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോഴും ക്രൂശിനോട് ചേർന്ന് നിന്ന സഹോദരിമാരെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുന്നു. അപ്പം തിന്നവരുണ്ട്, അല്ലെ ചേർന്നിരുന്നവരുണ്ട്. എല്ലാവരും മാറിപ്പോയപ്പോഴും പഴയതിലേക്കൊക്കെ തിരിച്ചു പോയപ്പോഴും ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്നവനെയാ എന്റെ യേശുവിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നന്നോ രാവിലെ ഇരുട്ടുള്ളപ്പോഴെന്ത് ചെയ്തു? അവരോടി. മറ്റു സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്. സ്തോത്രം. പോകുന്ന വഴിക്ക് അവർ ചോദിച്ചു, നമുക്ക് വേണ്ടി ആരീ കല്ല് ഉരുട്ടി മാറ്റും. സ്തോത്രം. ഉരുട്ടി നമ്മളൊക്കെയാണ് ചോദിച്ചുകൊണ്ട് വീട്ടിലിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി ആരും കല്ല് ഉരുട്ടി മാറ്റാൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ലെന്ന് പറയും. പക്ഷേ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഭയപ്പെടാതെ, പേടിക്കാതെ, സ്തോത്രം, യേശുവിന്റെ കല്ലറിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ആരി കല്ലുരുട്ടി മാറ്റും. പക്ഷെ കല്ലറവാതൊക്കെ ചെന്നപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, കല്ല് നീങ്ങിയിരിക്കുന്നത് അവർ കണ്ടു. ഇറങ്ങാൻ തയ്യാറായ തടസ്സം ദൈവം മാറ്റുമെന്നേ. സ്തോത്രം. എത്ര വലിയ തടസ്സമാണേലും നീ ഇറങ്ങാൻ തയ്യാറായ തമ്പുരാൻ തടസ്സത്തെ അങ്ങ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും യേശുവിനെ ഒതുക്കാൻ പറ്റുമോ? യേശുവിനെ ആർക്കും അടച്ചു വെക്കാൻ പറ്റത്തില്ല. യേശുവിനെ ആർക്കും മൂടി വെക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ട് 2 സഹോദരിമാര്, സ്തോത്രം, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ അവർ കഴിച്ചുകൊണ്ടിരിക്കുക. 2 പേരും തന്നെയുള്ള കൂട്ടുകാരികൾ. അപ്പം അവരുടെ ഒരു സ്നേഹിത കുടുംബം അങ്ങോട്ട് കയറി വന്നു. അവർ ചോദിച്ചു, വലിയ പാർട്ടിയാണല്ലോ, എന്താണ്? അപ്പം അതിലൊരു സഹോദരി പറയുക, എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്നാ ചോദിച്ചു, കുഞ്ഞെന്തിയേ? അവനെ കൊണ്ടുവന്ന വലിയ മേട, ബുദ്ധിമുട്ടായതുകൊണ്ട് കൊച്ചിനെ എന്ത് ചെയ്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. വലിയ ആഘോഷങ്ങളൊക്കെ നല്ലതാ. സ്തോത്രം.
ഹല്ലേലൂയ. ഞാനിപ്പോ ക്രിസ്മസ് നല്ലതാ, പക്ഷെ ക്രിസ്തു മിസ്സാകരുത്. ഹലോ ഹലോ സ്വോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോ സുവിശേഷത്തിന് വിരോധം പറയുന്നവരുടെ വീടിന്റെ മുമ്പിലുണ്ട്. പറഞ്ഞേ സ്തോത്രം, സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം. എല്ലാവരുടെയും വീട്ടുമുറ്റത്തുണ്ട്. എന്താ കരോളിനും ഈ സമയത്ത് എന്ത് ചെയ്യും? കരോളിനും പോകും. പക്ഷെ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ പ്രശ്നമോ? സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ടൊരു മദ്യപാനിയായ ഒരു മനുഷ്യന് പോകുമ്പോൾ ഒരു വീടിൻ്റെ വാതിക്കൽ ഒരു സ്റ്റാർ കിടക്കുന്നത് കണ്ടു. കുറച്ച് നടന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരു ബാറിൻ്റെ വാതിക്കൽ 5-6 എണ്ണം കിടക്കുന്നു. സ്വത്രം. അപ്പം പണ്ട് വീടിനൊന്നേ ഉള്ളൂ, ബാറിന് സ്വത്രം. ചോദിച്ചപ്പോൾ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സ്വത്രം വീണ് കിടന്ന് സ്തോത്രം. പിന്നെ പോയ വഴി വന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടതുകൊണ്ട്, സ്തോത്രം, ഒരുപാട് പ്രതികൂലത്തിന്റെ താഴ്വരയിലൂടെ ദൈവം കടത്തിവിട്ടതുകൊണ്ട്, കഷ്ടതയുടെ തീവ്ര പരിശോധന, എഴുതിയ പരീക്ഷയുടെ കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്തോത്രം ലോകത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയനി. സ്തോത്രം. അത്രത്തോളം പരീക്ഷകളിലൂടെ കടന്നുപോയി. പക്ഷെ ആശ്രയം യേശുവിലായതുകൊണ്ട് സ്തോത്രം ഭയപ്പെടാതെ നിന്നാൽ, സ്തോത്രം, ഇരുട്ടിനെ എന്ത് ചെയ്തില്ല? പറഞ്ഞാട്ടെ, ഭയപ്പെട്ടില്ല. വാളിനെ എന്ത് ചെയ്തില്ല? പേടിച്ചില്ല. സുവിശേഷം പറയുകയല്ല. അല്പം മുമ്പ് ദൈവദാസൻ പറഞ്ഞല്ലോ, സുവിശേഷ പ്രസംഗമാണ്. മരുന്ന് കച്ചവടക്കാരനും ലോട്ടറി കച്ചവടക്കാരനും ബിസിനസ് നടക്കണമെങ്കിൽ വാക്സാമർത്ഥ്യം മതി. പക്ഷെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ആത്മാക്കൾ വിടുവിക്കപ്പെടണമെങ്കിൽ ഉണ്ടല്ലോ, ഇതിന് ശക്തിയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യത്തിലുണ്ട്, സുവിശേഷത്തിൽ പ്രസംഗിക്കുക, സുവിശേഷം പറയൽ, ഇതിന് അധികാരമുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ഇത് പ്രസംഗമായി. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, ഇരുട്ടിനെ പേടിയില്ല, പടയാളിയെ പേടിയില്ല, വാളിനെ പേടിയില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അവരങ്ങ് പോവാ. കല്ലറവാതൊക്കെ ചെന്നപ്പോ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. എനിക്ക് സന്തോഷം. ഓടി ഇങ്ങോട്ട് വന്ന് പേടിച്ചരണ്ട് 4 ചുവരിനകത്തിരിക്കുന്ന അച്ചായമാരോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? കല്ലറ ഞങ്ങൾ ചെന്ന് നോക്കി, കർത്താവിനെ കണ്ടില്ല, എടുത്തോണ്ട് പോയി. 2 പേര് ഓടി വരിക. ആദ്യം വന്നത് ആരാന്നറിയോ? മാർ വെച്ചായിരുന്നു യോഹന്നാൻ. ഓടി ഇങ്ങോട്ട് വന്ന് കല്ലറവാത് വെച്ച് കുനിഞ്ഞു അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ കണ്ടു? പറഞ്ഞേ. അവിടെ സ്തോത്രം, ഹല്ലേലൂയ, ആ ശീലകൾ കിടക്കുന്നത് അവൻ കണ്ടു. സ്തോത്രം. എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, സ്റ്റക്കായിപ്പോയി. ഉടനെ മറ്റേ പുള്ളി ഓടി വരിക, പത്രോസ്. നിൽക്കാനൊന്നും സമയം, ബ്രേക്ക് വിടാൻ പറ്റിയില്ല, നേരെ കല്ലറയിലോട്ട് ഇറങ്ങി. സ്തോത്രം. അപ്പൊ ശീലകളോടുകൂടെ റൂമാലും ചുരുട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ കുനിഞ്ഞു നോക്കിയവൻ, കല്ലറയിലോട്ട് കുനിഞ്ഞു നോക്കിയവൻ ശീലകൾ കണ്ടു. ഇറങ്ങി നോക്കിയവൻ റൂമാല് കണ്ടു. 2 പേരും കണ്ടിട്ട് തിരിച്ച് എന്തോ ചെയ്തു? വീട്ടിപ്പോയി. ഒത്തിരി പേര് ഓടി വരാറുണ്ട്, ഒത്തിരി പേര് ഇറങ്ങാറുണ്ട്. സ്തോത്രം. പക്ഷെ നിൽക്കുന്നവനെ യേശുവിന് വേണ്ടത്. വിടുതലിന് വേണ്ടി ഓടി വരുന്നവരുണ്ട്. ഇന്ന് ആർക്കാ പ്രാർത്ഥന വേണ്ടാത്ത? രാഷ്ട്രീയ നേതാക്കന്മാർക്കും മതമേലാളന്മാർക്കും സിനിമാ താരങ്ങൾക്കും വിളിക്കുന്നതുകൊണ്ടാ പറയുന്നത്. എല്ലാവർക്കും വേണം പ്രാർത്ഥന. സ്തോത്രം. യേശുവിനോട് പ്രാർത്ഥിക്കാത്തവരാരുമില്ല. കാരണം നമ്മളൊക്കെ ഒത്തിരി പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ വായിക്കുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അത് ഈ സത്യവേദ പുസ്തകമാ. വാളെടുക്കാൻ പഠിപ്പിക്കുകയല്ല. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും വാൾ ഉറയിലിടാനും പറഞ്ഞ ഏക നാമം യേശുവിന്റെ നാമമോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും 3 ലോകം മുട്ടുമടക്കുന്ന ഒറ്റ നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് യേശുവിന്റെ നാമമാണ്. 3 ലോകം മുട്ടുമടക്കുന്ന ഒറ്റ നാമം യേശുവിന്റെ നാമം. ഈ നാമം പറഞ്ഞ ഭൂതങ്ങൾ അലറിയോടും, ശാപം മാറും, രോഗം മാറും, പാപം മാറും, സകലതും മായ്ക്കാൻ കഴിയുന്ന ഒറ്റ നാമം യേശുവിന്റെ നാമം. അതുകൊണ്ട് വെളിപ്പാടം കൊണ്ട് അകത്ത് കയറിപ്പോയി വെള്ളിയും പോലും ഒന്നും ഞങ്ങൾക്ക് സ്തോത്രം. ഒരു പെണ്ണിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തവൻ
ആത്മശക്തി പ്രാപിച്ചപ്പോ 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. 3000 എണ്ണം അകത്ത് വന്നു. പ്രാപിച്ച വെളിപ്പാട് പ്രാപിച്ചിട്ട് പറഞ്ഞു, വെള്ളിപ്പനു ഒന്നുമില്ലടാ, നസ്രയന്റെ നാമമേ ഉള്ളൂ, എഴുന്നേക്കാം. ഓ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാൽ അഭിഷേകമുള്ളവൻ ദേശത്തും എന്ന് പാർത്താൽ, ദേശത്തൂടെ നടന്നാൽ, വീടുകൾ കാൽ ചവിട്ടിയാൽ വിടുതൽ പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏജിയുടെ സ്തോത്രം. പുനലൂച്ചെന്ന് ചോദിച്ചാൽ ജെയിംസ് ജോർജ് പാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്തോത്രം. അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു പോസ്റ്റ്മാനാ, ജോർജ് എന്ന പേര്. സ്തോത്രം. അല്ലേ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷത്തിന്റെ സത്യവുമായി പോസ്റ്റ്മാനായിരിക്കുമ്പോൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങും. സ്തോത്രം. ഏത് ദേശത്ത് അദ്ദേഹം പോസ്റ്റ്മാനായിരുന്നാലും എഴുത്തു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ സ്തോത്രം പപ്പ ഇന്നും ഉണ്ട് കേട്ടോ. സ്തോത്രം. അല്ലേ, ഇതൊക്കെ അവർ കേൾക്കും. സ്തോത്രം. ഞാൻ അമേരിക്കയിൽ ചെന്നും ലണ്ടനിൽ ചെന്നും ഒക്കെ പറഞ്ഞപ്പോഴും അവർ പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അല്ലേ. സ്തോത്രം. രാവിലെ പൂജ കഴിഞ്ഞ് ചാരുകസേന 101 രുദ്രാക്ഷത്തിന്റെ മാലയും ജപിച്ചുകൊണ്ട് കിടക്കുന്ന എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്നും അദ്ദേഹം സുവിശേഷം പറയും. സ്തോത്രം. ട്രാക്ട് കൊടുക്കും. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പോകട്ടെ. ഒടുവിൽ അദ്ദേഹം അവിടുന്ന് പോകാൻ നേരം ഒരു പുതിയ നിയമം. 4.5 വയസ്സുണ്ട് എനിക്ക്, 5 വയസ്സായില്ല. സ്തോത്രം. അദ്ദേഹം ബെല്ലടിച്ച് സൈക്കിളിൽ ഇങ്ങനെ ബെല്ലടിച്ച് വരുമ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം കൂടെ ഓടിച്ചെല്ലും. ആ ബെല്ലടി കേൾക്കുമ്പോൾ സ്തോത്രം എടുത്തുണ്ട്. മിക്കവാറും വീട്ടിലേക്ക് എടുത്തു കാണും. സ്തോത്രം. മക്കളെ എന്നൊരു വിളിയുണ്ട്, അത് കേൾക്കാൻ പിള്ളേരെല്ലാം കൂടെ ഓടിച്ചെല്ലുന്നത്. സ്തോത്രം. പോകാൻ നേരം ഒരു പുതിയ നിയമം കൊടുത്തിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞു, സ്തോത്രം, വേദങ്ങളും ഉപനിഷത്തുകളും സ്തോത്രം ഭഗവത്ഗീത എല്ലാം ഇരിക്കുന്നതിൻ്റെ ഏറ്റവും അടി ചുമ്മാതെ വെച്ചാൽ മതി, അവിടെ നിന്ന് ഇത് വായിക്കാം. സ്തോത്രം. വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കരങ്ങൾ കൂപ്പിക്കൊണ്ട് എൻ്റെ അപ്പൻ്റെ അടുത്ത് സ്തോത്രം ഈ തിരുവചനം കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ നിന്ന് ഇത് വായിക്കണ്ട. സ്തോത്രം. കാരണം വായിക്കത്തില്ലെന്ന് അറിയാം, അത്രയും നാളത്തെ പഴക്കത്തിൽ. സ്തോത്രം. അതുകൊണ്ട് ഇത് അവിടെ വെച്ചിരുന്നാൽ മതി. സ്തോത്രം. വചനത്തിന് ശക്തി ഉണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഉള്ളിലൊരു കത്തലുണ്ടായി. സ്തോത്രം. ബാലേന്ദ്രൻ പാസ്റ്റർ പറഞ്ഞു, ആദിയിൽ, ഞാൻ ഇന്ന് വെളുപ്പിനെ ആ വാക്യം കേട്ടാ ഞാൻ എഴുന്നേറ്റത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടി, വചനം ദൈവമോ. ഇതെവിടെ പ്രസംഗിച്ചാലും സാന്നിധ്യം എവിടെ ഇറങ്ങി വരും. ക്രിസ്തലോ. അവിടുന്ന് ഇത് ഭഗവത്ഗീതയുടെ വേദങ്ങളുടെ ഉപദേശത്തുകൾക്ക് ഏറ്റവും അടിയിൽ ആ മുറിക്കകത്തൊന്ന് വെച്ചാൽ മതി. അതവിടെ വെച്ചു. ഒടിയിൽ കൂട്ടുകുടുംബമാ, ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്തോത്രം, 5 വയസ്സ് കൊടുക്കുന്ന പ്രായമുള്ള എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആ പിതാവിൻ്റെ കൈ എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്കിവിടെ ഒന്നും പറയാൻ പറ്റാത്തത് ഈ ശിശുവിനെ യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കും. ഇവൾ കാലഘട്ടത്തിന്റെ ശബ്ദമായി മാറും. വാക്കുകൾക്ക് ശക്തിയുണ്ടോ? പ്രാർത്ഥിക്കുന്നവന്റെ അഭിഷേകമുള്ളവന്റെ വാക്കിന് ശക്തിയുണ്ടോ? ചോദിച്ചു നോക്കുക നിങ്ങൾ സാറിനോട്. സ്തോത്രം. ഹല്ലേലൂയ. ആ അപ്പൻ ഇന്ന് എൻ്റെ അപ്പനാ. അവർ ആൺമക്കൾ മാത്രമേ ഉള്ളൂ. മകളായിട്ട് മോനെ എന്ന് വിളിച്ച് എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആ വചനം ജീവിച്ചു. ഇതെവിടെ ഇരുന്നാലും ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയാം, അവിടെ ഇരുന്ന് ഇത് ജീവിക്കും. ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ആ വചനം ദീർഘവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകം കൈവിട്ട എന്നെ, ഡോക്ടേഴ്സ് കൈവിട്ട നിന്നെ, ആശ്രയസ്ഥാനങ്ങൾ അറ്റുപോയ എന്നെ, സ്തോത്രം, ആ വചന സ്വർഗം എടുപ്പിച്ചു. മറ്റ് സകല ഗ്രന്ഥങ്ങളുടെ അടിയിൽ നിന്ന് 5 വയസ്സിന് മുമ്പ് എന്റെ അപ്പന് ലഭിച്ച ആ വചനം ഞാൻ കയ്യിലെടുത്തു. സകല വിലക്കുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ആ വചനത്തിന്റെ ഉടമയെ തേടി ഞാൻ പോയി. ഞാൻ വിചാരിച്ചു കുഞ്ഞായിരിക്കുമ്പോഴായിരുന്നല്ലോ അദ്ദേഹത്തെ കണ്ടത്. ചെന്ന സാറിനോടാ എന്ന് ചോദിച്ച് ഇത് ഇന്നാന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇത് എൻ്റെ പപ്പയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. വർഷങ്ങൾക്ക് മുമ്പാ. സ്തോത്രം. 27 വർഷമായി ഞാൻ ഈ പറയുന്ന സംഭവം. സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്ന് സുവിശേഷം പറഞ്ഞോളാം. ആ പുസ്തകം എൻ്റെ വീട്ടിൽ ജീവിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. ഇത് എവിടെ ഇരുന്നാലും ജീവിക്കും. സ്നേഹിതോ, ഇത് നിന്റെ ഉള്ളിൽ ഈ വചനം കയറിയാൽ അവിടെ നിന്ന് ജീവിക്കും. നിന്റെ വീട്ടിൽ ഈ പുസ്തകം ഉണ്ടെങ്കിൽ അത് നിന്റെ കുടുംബത്തെ ജീവിപ്പിക്കും. ഇതൊന്നോട്ട് ഇറങ്ങി വന്നാൽ കാരാഗ്രഹത്തിനകത്ത് വെളിച്ചം. കാരാഗ്രഹം ഇരുട്ടാ, വെളിച്ചം വെളിയില. പക്ഷേ തമ്പുരാന്റെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങിയപ്പോ പുറത്തുള്ള വെളിച്ചത്തെ വെല്ലുന്ന പ്രകാശം കാരാഗ്രഹത്തിനകത്ത് വന്ന് ഇറങ്ങിയപ്പോൾ പ്രമാണി വെളിച്ചം ചോദിച്ച് കയറി വന്നു. വെളിച്ചം ചോദിച്ച് ചിലത് കയറി വരുമെന്ന്. വെളിച്ചം ചോദിച്ച് ചിലത് കയറി വരും. ഇന്ന് രാത്രി വിളിച്ചു പറയും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവം വെളിച്ചമാക്കി മാറ്റുക, നക്ഷത്രമാക്കി മാറ്റുക. ഹല്ലേലൂയ. നക്ഷത്രത്തിന്റെ ജോലി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. വിദ്വാൻമാരെ യേശു കടന്നെടുത്തുകൊണ്ട് എത്തിക്കുക. എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്കറിയത്തില്ല.
സ്തോത്രം. നക്ഷത്രത്തിന്റെ ജോലി എന്തുവാ? യേശു കിടന്നിടം വരെ വഴി കാണിക്കുന്നു. ഓ, സാന്നിധ്യം ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ക്രിസ്തു കിടന്നിടം വരെ നക്ഷത്രം വിദ്വാൻമാർക്ക് വഴി കാണിച്ചെങ്കിൽ, സഹോദരി, നീ ഒരു നക്ഷത്രമാ. യേശുവിന്റെ അടുക്കലേക്ക് അനേകരെ എപ്പിക്കുന്ന ഒരു നക്ഷത്രമാ. നീ വിശ്വസിച്ചോ? ദൈവം നിന്നെ അതിനായ കണ്ടിരിക്കുന്നത്. സഹോദര, നീ ഒരു നക്ഷത്രമാ. വിദ്വാൻമാരെ ക്രിസ്തുവിന്റെ അടുക്കൽ എത്തിക്കുന്ന ഒരു നക്ഷത്രമാ. അഭിഷിക്തനെ ഒരു നക്ഷത്രമാ. സ്തോത്രം. ആ പുസ്തകം എടുത്ത് നെഞ്ചോട് ചേർത്തോട്ട് ആ വീട്ടിൽ ചെന്ന് അഭിഷിക്തനോട് ചോദിച്ചിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ആ ബൈബിളും കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഓർത്തു, ദൈവമേ, ആ അപ്പൻ ഇപ്പൊ കാണുമോ? എൻ്റെ കുഞ്ഞു പ്രായത്തിലല്ല, ഞാനിപ്പോൾ ഇത്രയും വലുതായില്ലേ എന്ന് ചിന്തിച്ചു. പക്ഷെ അന്നത്തെ പോലെ ആരോഗ്യത്തോട് ഇന്നു. സ്തോത്രം, ഹല്ലേലൂയ. പെൺമണിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ പറയാം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച എനിക്ക് അവിടെ എപ്പിസിലായിരുന്നു മീറ്റിംഗ്. അപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശേഷം പറയുന്നത് എത്ര സന്തോഷമാണെന്നറിയോ? കാലഘട്ടത്തിന്റെ ശബ്ദമാക്കണമെന്ന് കരം വെച്ച് പറഞ്ഞതിന്റെ പരിണിത ഫലം. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ അല്ല. ഇടുന്ന വിത്തൊന്നും വെറുതെ ആകത്തില്ല. ബാലേന്ദ്ര പാസേ, ഇവിടെ വാരി വെതറിയിടുന്ന വിത്ത് ഈ ശബ്ദത്തിനകത്ത് ഇവിടെ കിടന്നത് കിളിക്കുമെന്ന്. അല്ലേ, ഇതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. കട്ടകടയുടെ കെട്ടുകിടന്നാലും അല്ലേ നനവ് വന്നോ അത് പൊട്ടിക്കിളിർക്കും കണ്ണുനീരോടെ. യെസ്, സ്തോത്രം. ശീലകൾ കണ്ടുകൊണ്ട് മാറി നിൽക്കുമ്പോൾ ഇറങ്ങി നോക്കിയവൻ ശീലകളോടുകൂടെ റൂമാല് കണ്ടിട്ട് വീട്ടിൽ പോയി. പക്ഷെ വലിയ ദുഃഖകരമായൊരു വാർത്ത എന്താ? അന്ന് വരെ അവര് അറിഞ്ഞിരുന്നില്ലെന്ന്. 10-ാം വാക്യത്തിൽ അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ശീല കണ്ട് പോകാൻ വന്നവളല്ല, റൂമാല് കണ്ടു പോകാൻ വന്നതല്ല, കർത്താവിനെ കൊണ്ടുപോകാൻ വന്നതാണ്. അങ്ങനെയുള്ളവർക്ക് വിടുതൽ കിട്ടുന്നത് കേട്ടോ. ഓ, സ്തോത്ര 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 സ്തോത്രം. സ്തോത്രം. രുചിച്ചറിഞ്ഞവരുടെ പ്രത്യേകത അതാ. അത്ഭുതം കാണിക്കൽ പിശാച് വന്ന് അത്ഭുതം കാണിക്കാൻ. യേശു 30-ാമത്തെ വയസ്സ് സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ, ഇതും പറഞ്ഞോണ്ടാ പിശാച് അടുത്ത് വരുന്നത്. അന്ന് ഞാൻ കേട്ടായിരുന്നു. എന്താ? അങ്ങനെയാണെങ്കിൽ നീ പുത്രനാണെങ്കിൽ ഈ കല്ലൊന്ന്, എടാ ഈ മല തന്നെ അപ്പമാക്കാൻ കഴിവുള്ളത് അമ്പുരാനോട്. സ്തോത്രം, സ്തോത്രം. എന്നാ നീ താഴോട്ടൊന്ന്, കൈകളിൽ അങ്ങനൊന്നുമില്ല. വീഴുന്നവനെ യഹോവ താങ്ങും, ചാടുന്നവനെ ഒന്നും. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനം കൊണ്ട് വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞൊന്ന് വീണ്. ഞാൻ കഴിഞ്ഞ വർഷം കോൺഫറൻസിൽ പോയപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. സ്തോത്രം, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വിശ്വാസി വന്ന് സ്തോത്രം ദർശനം കൊടുത്ത് ആ രാജ്യത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. സ്തോത്രം. മുസ്ലിം സഹോദരങ്ങൾ, ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ 7 ദിവസം ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞു ആത്മാവിൻ്റെ വിലയെക്കുറിച്ച്. ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം, നമുക്കിത് മനസ്സിലാകുന്നില്ല. സ്തോത്രം, നമ്മൾ ഇന്നും ആ വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല. പക്ഷെ പിശാച് പറഞ്ഞു കേൾക്കണോ, വീണ് നമസ്കരിച്ച ഇത് മൊത്തം എൻ്റെതാ തരാമെന്ന്. ഒരാളെ മുട്ടുകുത്തിക്കാൻ മുഴു ലോകം തരാൻ അവൻ തയ്യാറാ. അങ്ങനെയെങ്കിൽ ഒരാത്മാവിന്റെ വില മുഴു ലോകത്തെക്കാളാണ്. യേശു എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഒരാത്മാവിന്റെ വില മുഴു ലോകത്തെക്കാളാ. അവൻ പറഞ്ഞു എല്ലാം തന്നേക്കാം, മുട്ടുമടക്കിയാ മതി, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. സ്തോത്രം. മറ്റൊരു മധ്യസ്ഥനുമില്ല ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ. തിമോഥെയോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞു ഏക മധ്യസ്ഥൻ. പത്രോസ് വീട്ടിൽ വന്നപ്പോൾ കൊർന്നേലിയോസ് വീണ് നമസ്കരിക്കാൻ പത്രോസ് പറഞ്ഞു അരുത്, ഞാനും നിന്നെ പോലൊരു മനുഷ്യനാ. വെളിപ്പാട് പുസ്തകത്തിൽ ദൂതനെ കണ്ടപ്പോൾ യോഹന്നാൻ വീണ് നമസ്കരിക്കാൻ ദൂതൻ പറഞ്ഞു അരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൂതൻ പോലും ആരാധനയ്ക്ക് പാത്രീഭൂതനല്ല. പിന്നെ ഇന്നലെ ചത്തുപോയ ഒരുത്തൻ എങ്ങനെയാകും? ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ, സ്തുതികൾക്ക് യോഗ്യൻ ഒരുവൻ, മഹത്വത്തിന് യോഗ്യൻ ഒരുവൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ ഒരുവൻ. അവന്റെ പേരാ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. അണ്ടജരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിർവെച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, അശബ്ദത്താൽ മുഴു ലോകത്തെ ഉളവാക്കിയവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവൻ. അവന്റെ പേരാ സർവശക്തൻ. ഒറ്റ സർവശക്തനേ ഉള്ളൂ സൃഷ്ടിച്ച ദൈവം. സർവജ്ഞാനി, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവ്വകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്ന ദൈവം. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ പറയണ്ട, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും കന്നഡയിൽ പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്നവനായിരിക്കണം ദൈവം. പലരും പലരോടും പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രൂപം കൊണ്ട ഭാഷയിൽ അവരോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ മനസ്സിലാകുന്നു എനിക്കറിയത്തില്ല. പോകട്ടെ. സ്തോത്രം. സർവ വ്യാപി. സ്തോത്രം.
അത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ കത്തലുണ്ടാകും. ഈ സ്ഥലത്തിന്റെ പേര് പെരിങ്ങല്ലൂർ. പെരിങ്ങല്ലൂർ കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല ജീസസ്. ഹലോ, അഞ്ചലായൂർ കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. ഒരു പഞ്ചായത്ത് കൊണ്ടോ ഒരു ഡിസ്ട്രിക്ട് കൊണ്ടോ ഒരു സംസ്ഥാനത്തിലോ ഒരു രാജ്യത്തിലോ ഒതുങ്ങുന്നവനല്ല എൻ്റെ യേശു. സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ദൈവമാണ് സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുന്ന യേശുവിന്റെ സ്നേഹം. ആ യേശുവിന് എന്താ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നോ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നോ? ഒന്ന് പറയുന്നേ. 23 ഡിഗ്രിയില് സ്വോത്രകല്ലെ ചരിവിൽ ഭൂമിയെ നിർത്തിക്കറക്കിയ തമ്പുരാന് ക്രൂശിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കർത്താവിനെയും വരാൻ പോകുന്നത് മുൾക്കിരീടം മടഞ്ഞു കെട്ടിയ തലയിൽ സ്തോത്രം, അല്ലേ വെളുത്ത പഞ്ഞു പോലെ മുളി പൊൻകിരീടം ചൂടി സ്തോത്രം, കയ്പ് കാടി നുകന്നതായ ആ നാവൽ, ഇരുവായ്ത്തലയുള്ള വാള്, വെള്ളോടിന് സദൃശമാകുന്ന ആ പാദങ്ങൾ, ഓ ഹല്ലേലൂയ, ആണിയടിച്ച പാദങ്ങൾ, ജീസസ്, കുത്തി തുറക്കപ്പെട്ട വിലാപ്പുറത്ത് മാറത്ത് വൻകച്ച കെട്ടി ആർക്കാ അവനെ ഒതുക്കാൻ പറ്റുന്നത്? സ്തോത്രം, യുഗങ്ങളുടെ പാറയെ ഇപ്പൊ പാറയ്ക്കകത്ത് കൊണ്ട് അടച്ചു വെച്ചേക്കുവാ. സ്തോത്രം, അല്ലല്ലേ, മുദ്ര പതിപ്പിച്ചേക്ക, തത്വത്തിന്റെ മുദ്രയാകത്തിരിക്കുന്നത്, യുഗങ്ങളുടെ പാറയാകത്തിരിക്കുന്നത്. യേശുവിനെ തകർക്കാൻ, യേശുവിനെ ഒതുക്കാൻ ഈ ഭൂമിയിലെ ഒരു കല്ലറയ്ക്കും ഈ നാമത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഒരു ബാലേന്ദ്ര ഭാഷ ഇവിടുന്ന് ഓടിച്ചാൽ 50 ബാലേന്ദ്രന്മാർ ഇവിടെ ഇറങ്ങും. സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പറ്റത്തില്ല, സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ഒതുക്കാൻ പറ്റാത്ത, അടക്കാൻ പറ്റാത്ത, മറച്ചു വെക്കാൻ പറ്റാത്ത അനുഭവമുള്ളവൻ കേട്ടോ, അനുഭവമുള്ളവൻ എഴുന്നേക്കട്ടെ. റൂമാല് കണ്ടുപോകാൻ വന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊന്നും കണ്ടുപോകാൻ വന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. റൂമാല് കണ്ടുവന്നവൻ, ശീലകൾ കണ്ടിട്ട് വന്നവൻ വീട്ടിൽ പോയപ്പോൾ ഒന്നും പറഞ്ഞതൊന്നും ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഇത് തന്നെയാണ് യെരുശലേം ദേവാലയത്തിൽ പോയി ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന കന്തക്കെ നൈത്തോപ്യരാജിയുടെ ഷണ്ണം പറഞ്ഞു, ഒരുത്തം പൊരുള് തിരിച്ചു തരാനില്ലെങ്കിൽ ഗ്രഹിക്കാനാ. എത്ര വർഷം യെരുശലേം ദേവാലയത്തിൽ പോയിരുന്ന് പ്രസംഗം കേട്ടാലും അഭിഷേകമുള്ള ഫിലിപ്പോസ് തമ്പുരാൻ അയക്കുന്നവൻ പൊരുള് തിരിച്ചു പറഞ്ഞു തന്നില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇന്ന് രാത്രി അത് മനസ്സിലായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യെരുശലേം ദേവാലയമൊക്കെയാ, പോയത് ശരിയാ, കേട്ടത് ശരിയാ, വായിച്ചത് ശരിയാ, പക്ഷെ ആത്മാവിനാം നിറഞ്ഞവൻ പൊരുള് തിരിച്ചു പറയുന്നത് പോലെ ഒരുത്തനും പറ്റത്തില്ലത്. ഫിലിപ്പോസ് ആത്മാവിനാം നിറഞ്ഞവനാ, അവൻ പൊരുള് തിരിച്ച സ്നാനം തൽക്ഷണം. ഹലോ, പിന്നെ ഒരു ദൂതോടെ ഞാൻ പറയാം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് രക്ഷിക്കപ്പെടാത്ത ആളിനെടുത്ത് കൈ കഴിപ്പെടുന്ന കമ്മ്യൂണിയൻ എടുക്കാൻ ഒന്നും മനസ്സിലായില്ല. സ്തോത്രം, രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച അല്ലേ, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, അഭിഷേകം പ്രാപിച്ച, പക്ഷെ ഞങ്ങള് പറ്റുമോ? ഒന്ന് പറയുന്നേ നിങ്ങള്. അതിനെക്കാട്ടി വലിയ പാപമൊന്നുമില്ല. കെട്ടിയ കൂടെ താമസിക്കണം. സ്തോത്രം, സ്തോത്രം. ഇതിനൊരു പ്രമാണമുണ്ട്. സ്തോത്രം, അതല്ലാതെ സ്തോത്രം അങ്ങോട്ട് പറ്റത്തില്ല. സ്തോത്രം, ഒരു സ്തോത്രം ഒക്കെ വാ തുറന്ന് പറ, വായിക്ക് സിപ്പിട്ടിരിക്കാതെ. സ്തോത്രം. ഞാൻ അന്ന് മേരിഗൗരമ്മച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, തീരെ ആവശ്യമായപ്പോ കേരളത്തിന്റെ സിംഹത്തിന് തീരെ ആവശ്യം, തീരെ വയ്യ, അവസാനം എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് കേട്ടോ. സ്തോത്രം, സ്തോത്രം. അല്ലല്ലേ, ആവശ്യമായപ്പോ ഞങ്ങളുടെ ടീമിലെ കുറച്ച് ദൈവദാസന്മാർ കാണാൻ പോയി, രോഗിയായിട്ട് ഇങ്ങനെ കിടക്കും, തീരെ വയ്യ. സ്തോത്രം. അവരിന്ന് ഭവ്യതയോടെ എന്ന് ചോദിച്ചു, അമ്മച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? കൃപയാ സന്തോഷം. നിങ്ങൾ ഞെട്ടിപ്പോയല്ലോ. സ്തോത്രം. കുനിഞ്ഞവര് ദാസന്മാര് ഇങ്ങനെ പുറകോട്ട് പോയി. അല്ലേ, ചിലർക്ക് പിന്നെ സൂചിപ്പിക്കാനേ അറിയാം, അവര് സൂചിക്കത്തില്ല. അങ്ങനെയുണ്ട്. പറ്റുമെങ്കിൽ ഗ്ലോറി പറഞ്ഞാൽ മതി. ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, ഈ കവലെ നിന്ന് പ്രസംഗിച്ച് അവിടെ ഗ്ലോറി പറയാൻ ആരും ഇല്ലെങ്കിലും പ്രസംഗിച്ച് തഴമ്പായി പോയി. അവിടെയാണ് ചേട്ടന്മാരൊക്കെ മീശയിലൊക്കെ ഒന്ന് പിടിച്ച്
ഉടുത്തമുണ്ട്, ശരിക്കും കക്ഷത്തിലോട്ട് കയറ്റി കൊടുത്തിട്ട് ബുള്ളറ്റൊക്കെ വെച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ പുറകോട്ട് വെച്ചിട്ട് ആപാദചൂടെ ഞങ്ങളെ നോക്കി നിൽക്കുക. അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. പിന്നെ സ്തോത്രം, സ്തോത്രം. സകലതും ചപ്പും ചവറെന്ന് പറഞ്ഞ് കറഞ്ഞിട്ട് തന്നെ യേശുവിനെ അറിയാം. ഇന്നും അങ്ങനെ തന്നെ, എൻ്റെ അമ്മയും അങ്ങനെ തന്നെ. അതൊക്കെ പറഞ്ഞ ഇന്ന് തീരുകയല്ല സാക്ഷി. സ്തോത്രം. പക്ഷെ ഞങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം ഭയങ്കരമാണ്. സ്തോത്രം. അല്ലേ? ഞങ്ങളോട് എൻ്റെ പ്രിയ സഹോദരന്മാരോട് ചോദിച്ചാൽ അറിയാം. സ്തോത്രം. ഒന്ന് വീണു, പത്രം വായിച്ചു, ഈ കണ്ണുകൊണ്ട് പത്രം വായിച്ചു. ആ പത്രം വായിച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് സ്തോത്രം. കഴിഞ്ഞ വർഷം കസേരയിലോട്ട് എന്നിരുന്ന സ്തോത്രം, കസേര പുറകോട്ട് തെന്നിപ്പോയി, നട്ടെല്ല് 3 പൊട്ടിപ്പോയി. സ്തോത്രം. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയി കിടക്കുക. സ്തോത്രം. ഞാൻ പാറശാലയിൽ നിന്ന് കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് രാത്രി 2:30 കഴിഞ്ഞു. കായംകുളത്ത് വന്നപ്പോൾ പിന്നെ ബിലീവേഴ്സിലെത്തിപ്പോൾ ഒരു സമയം ഡോക്ടർ പറഞ്ഞു 6 മണിക്കൂറിനുള്ളിൽ, കാരണം അതോടുകൂടി അറ്റാക്ക്. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓക്സിജൻ കൊടുത്തിട്ട് പറ്റുന്നില്ല. ഒടുവിൽ ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല. ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, മോളെ ഇനി വിളിച്ചോണ്ട് പോവാ. എന്തിനാന്ന് പാസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ തൊണ്ട ഒന്ന് കഴിക്കണമെന്ന് പാസ്റ്ററോട് പറയാം. സ്തോത്രം. പറ്റുന്നില്ല, ഓക്സിജൻ കൊടുക്കുക, നിങ്ങൾ ഒപ്പിട്ട് തന്നാൽ മതിയെന്ന്. സ്തോത്രം. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അമ്മേനെ, ഞാൻ പറഞ്ഞു സ്തോത്രം. പാസ്റ്റർ വെളിയിൽ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, നന്ദിയോടെ ഓർക്കുന്നു. ഈ മോശയുടെ കരം ഉയർന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് വിടുതലുണ്ടായി. അഭിഷിക്തന്മാരുടെ പ്രാർത്ഥന ഒരു വലിയ ബലമാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പാസ്റ്റേഴ്സ് ദൈവത്തിന്റെ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതനാ വേദപുസ്തകം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാനും ചെന്ന് പറഞ്ഞു, ഡോക്ടറെ അമ്മ ഇങ്ങോട്ട് വെളിയിലോട്ട്. എന്നെ ഒന്ന് നോക്കി, കാരണം മോളാണോ മരുമോ. ഓക്സിജൻ കൊടുത്ത് കിടക്കുന്ന അമ്മയെ 6 മണിക്കൂറിനുള്ളിൽ തീരുവെന്ന് പറഞ്ഞ അമ്മയെ വെളിയിലോട്ട് കൊണ്ടുവരാൻ. സ്തോത്രം. വാർഡിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനാണ്. ഒറ്റ വാക്ക് പറയാം, വാർഡിൽ കൊണ്ടുവന്നു 10 മിനിറ്റിനുള്ളിൽ ഓക്സിജൻ മാറ്റി. ഇന്ന് എൻ്റെ അമ്മ നടക്കുന്നു. സ്തോത്രം. എൻ്റെ അമ്മ സ്തോത്രം പറയും. രാത്രി എപ്പം ഞാൻ എഴുന്നേറ്റല്ലോ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ, വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ ആ പാദപീഠത്തിൽ നിന്ന് ചേർന്നൊന്ന് പിടിച്ചൊന്ന് വിശ്വസിച്ച് ഒന്ന് സ്നേഹിച്ച് നോക്കിക്കേ. സ്തോത്രം. ആരാനും എങ്ങാണ്ട് കിടന്ന് പറയുന്നത് കേട്ടോണ്ടല്ല, ആ പാദത്തിൽ ഒന്ന് ചേർന്ന് പിടിച്ചൊന്ന് സ്നേഹിച്ചേ. യേശുവിനോടുള്ള സ്നേഹമല്ല, പ്രേമമായി മാറണം. ആ പാട്ടുകാരൻ പാടിയ പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അമ്മച്ചി പറഞ്ഞു. സ്തോത്രം. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞത്. അമേരിക്ക ഒരു അമ്മച്ചി പറയുക, സിംഹം കടന്നാലും നടന്നാലും ശബ്ദത്തിൽ. ഹലോ. സ്തോത്രം. പിള്ളേരോടൊക്കെ നമ്മൾ അലർന്ന് കേട്ടാൽ, മീൻകാരൻ പോകുമ്പോൾ ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്ന കേട്ടാൽ, ആലയത്തിൽ വന്ന് സിബിട്ട പോലെ വായും പൂട്ടി ഇരിക്കരുത്. സ്തോത്രം എന്ന് പറയണം. പണ്ടൊക്കെ എന്താ പറയുന്ന അപ്പച്ചമാരല്ല, മാറാ നാഥ യേശു വരുന്നു. ഇന്നത് പിന്നെ വ്യത്യാസമില്ലാത്ത. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ശീല കണ്ട് പോകാൻ വന്നതല്ല, റൂമാല് കണ്ട് പോകാൻ വന്നതല്ല, യേശുവിനെ കൊണ്ടുപോകാനാ വന്നത്. യേശുവില്ലാതെ ഇനി ഒരു യാത്ര വേണ്ട. ഇന്ന് രാത്രി ഒന്ന് തീരുമാനിക്കേ, ഞാനുണ്ട്, യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ മതിയെന്ന്. പഴയ നിയമത്തിൽ ഒരു മോശ പറഞ്ഞു, സൈന്യം ഇഷ്ടം പോലെ കൂടുണ്ട്. നാവായി തമ്പുരാൻ കൊടുത്ത ജ്യേഷ്ഠൻ അഹരോനുണ്ട്, പെങ്ങൾ മിരിയാമുണ്ട്, അധികാരത്തിന്റെ വടിയുണ്ട്. വടി ശുശ്രൂഷ, അധികാരം, സഹോദരവർഗങ്ങളുണ്ട്, സൈന്യബലമുണ്ട്, ശുശ്രൂഷയുണ്ട്. പക്ഷെ നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ യാത്ര വേണ്ടാതെ. എത്ര പേർക്ക് മനസ്സിലായി? യേശുവില്ലാതെ പോയ ക്രിസ്ത്യാനിയെ നിന്നെ എന്തിനു കൊള്ളാം? എന്തെല്ലാം ഉണ്ടെങ്കിലും ആരെല്ലാം ഉണ്ടെങ്കിലും യേശുവില്ലെങ്കിൽ നീ വെറും സീറോയാ. പക്ഷെ ആരുമില്ലെങ്കിലും ധനവാന്റെ പടിപ്പുരവാതക്കൽ കിടന്ന നായ്ക്കൽ വ്രണം നങ്ങി കിടക്കുന്ന ലാസറിന് ഒരു ഉറപ്പുണ്ട്. ആരുമില്ലെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, ദൈവ യേശു അകത്തുണ്ടെങ്കിൽ, ഓ എത്ര സന്തോഷമായത്. സ്തോത്രം. അതുകൊണ്ടാ പണ്ടൊക്കെ പാടുവായിരുന്നു ക്രിസ്തീയ ജീവിതം. പിന്നെ അവര് പാടിക്കോളും, ഞാൻ പാടിയവരെന്നെ കളിയാ, കാരണം എനിക്ക് പാട്ട് പറയാനേ അറിയത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. അങ്ങനൊന്നും അല്ല, ഞങ്ങൾ പാടും കേട്ടോ. ക്രിസ്തീയ ജീവിതം എന്താണ്? സൗഭാഗ്യ ജീവിതമാണ് കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിലും ഹല്ലേലൂയ, പഴികൾ, ദൂഷികൾ, നിന്ദകൾ, ഒറ്റപ്പെടൽ, ആക്ഷേപങ്ങൾ, പരിഹാസ ശരങ്ങൾ, ഹല്ലേലൂയ, പട്ടിണി, ഇതെന്തെല്ലാം വന്നാലും ക്രിസ്ത്യാനിക്ക് പേടിയില്ലാത്ത ഒറ്റ കാരണം, ഇതിനകത്താ ഇത് കിളിർത്തത്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ലെന്ന്. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിനെ കൊണ്ടുപോകാനാ വന്നത്. റൂമാല് കണ്ടവൻ, ശീല കണ്ടവൻ വീട്ടിലേക്ക് പോയപ്പോൾ 11-ാം വാക്യം, മറിയ സ്തോത്രം, കരയുന്നതിന്റെ ഇടയിൽ ഇവള്
എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കണം. സ്വതന്ത്രം വന്നു അല്ലെങ്കിൽ കല്ലറയിലോട്ട് കുനിഞ്ഞു നോക്കിയവൾ ശീലകൾ കണ്ടു, ഇറങ്ങി നോക്കിയവൾ റൂമാൽ കണ്ടു, കരഞ്ഞു നോക്കിയവൾ കർത്താവിനെ കണ്ടു. സന്തോഷമുണ്ടോ? കരഞ്ഞു നോക്കിയവൾ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ. ദൂതൻ, ഞാൻ ഓർക്കു ഇറങ്ങി നോക്കിയവൻ ദൂതനെ കണ്ടില്ലല്ലോ. ഹലോ, തലക്കലും കാൽക്കലും ദൂതന്മാരിപ്പുണ്ട്. സ്തോത്രം. കരഞ്ഞോണ്ട് നോക്കിയവൾ, അവനില്ലാതെ എനിക്കിനി വേണ്ട ഒരു യാത്ര, ഞാൻ പോകുന്നില്ല. ഇരുട്ടിനെ പേടിക്കാതെ, പടയാളിയെ പേടിക്കാതെ, അല്ലെങ്കിൽ കല്ലിനെ പേടിക്കാതെ, കല്ലറയെ പേടിക്കാതെ, ഭരണത്തെ പേടിക്കാതെ, ഭരണകൂടത്തെ പേടിക്കാതെ, ഇമ്പീരിയ മുദ്രയെ ഭയക്കാതെ യേശുവിനെ കൊണ്ടുപോകുമെന്ന്. ഈ യേശു ഉള്ളത്തിലോട്ടുള്ള വന്ന സന്തോഷം കണ്ടോ? Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ അതുകൊണ്ടാണ് പാടിയത്, ഇത്ര വലിയവനായ ഒരു ദൈവമാണ്, അണ്ടചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, സാക്ഷാൽ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കന്യകയിൽ പൂജാതനായി. യേശുവിന്റെ ജീവിത കാലഘട്ടത്തെ മൂന്നായി തിരിച്ചു പഠിച്ചാൽ, ഹല്ലേലൂയ, അവന്റെ ശൈശവപ്രായം 12 വയസ്സ് വരെയുള്ള പൈതൽ വളർന്നു, ജ്ഞാനം പ്രാപിച്ചു. 12 വയസ്സ് മുതൽ പിന്നെ 30 വയസ്സുള്ള രണ്ടാം ഘട്ടം, 30 വയസ്സ് വരെ 3.5 വർഷമുള്ള മൂന്നാം ഘട്ടം. സ്തോത്രം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ഹല്ലേലൂയ, പാപികളെ രക്ഷിച്ചവൻ, ഹല്ലേലൂയ, ദുഃഖിതർക്ക് ആശ്വാസം കൊടുത്തവൻ, ഹല്ലേലൂയ, ശാപത്തെ മാറ്റിയവൻ, പാപത്തെ മാറ്റിയവൻ, മരണത്തെ മാറ്റിയവൻ, സമാധാനം നൽകിയവൻ, ലോകത്തെ സ്നേഹിച്ചവൻ, നമ്മെ സ്നേഹിച്ചവൻ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയരെ, സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഈ വലിയ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ, ഈ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ മാലാഖമാര് പാടിയത്, ആ സ്നേഹം രുചിച്ചറിഞ്ഞവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അവൻ എൻ്റെ ഉള്ളിൽ പറന്നു, യേശു എൻ്റെ ഉള്ളിൽ പറന്നു, യേശു എൻ്റെ കുടുംബത്തിൽ വന്നു, യേശു എൻ്റെ ജീവിതത്തിൽ വന്നു. ഓ, മാലാഖമാർ ആർത്തുപാടിയത്, പ്രൈസ് ദി ലോർഡ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.